കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല, ജയമില്ല. ജാതികളുടെ നല്ല എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തിയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായിത്തീരും. വലിയ കൃപകളാൽ ദൈവാത്മാവ് നമ്മളെ നിറയ്ക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. ഇത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ആമേൻ. നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്വർഗസ്വനായ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ കൂടെയുണ്ടല്ലോ. തുടർമാനമായി നമ്മൾ മത്തായിയുടെ സുവിശേഷം ധ്യാനിച്ചു വരുന്നു. ഇന്നും മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്ന് അല്പനേരം നമുക്ക് ധ്യാനിക്കാം. അതിനുശേഷം നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവർത്തികളെ കാണാൻ ദൈവം നമ്മളെ ഇടയാക്കും. ഇന്ന് അത്ഭുതം നടക്കും. ഇന്ന് കർത്താവിൻ്റെ ആലോചന ദൈവം നമുക്ക് വേണ്ടി പകരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് നിങ്ങൾ അന്യഭാഷാ പ്രാർത്ഥനയിൽ വന്ന് വെറുതെ മ്യൂട്ട് മാറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ വളരെ അരോചകമാണിത്. കാരണം പ്രാർത്ഥിക്കുന്നവർക്ക് വളരെ ഡിസ്റ്റർബൻസ്, പ്രത്യേകിച്ച് നിങ്ങളുടെ വോളിയം വീട്ടിൽ ചിരിക്കുന്നതും വർത്താനം പറയുന്നതും നിങ്ങൾ പല കാര്യം ഷെയർ ചെയ്യുന്നതും വല്ലാത്ത വാക്കുകളൊക്കെ പറയുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇനി പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് അറിയത്തില്ല. അതാ പറഞ്ഞത്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഈ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് എല്ലാവരെയും ഞാൻ പിന്നെ ഓൾ മ്യൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഭയങ്കര. അപ്പം നിങ്ങൾ നാളെ മുതലൊരു കാര്യം ചെയ്യുക. ഇന്ത്യൻ സമയം 8 മണി മുതൽ 9 മണി വരെയാണ് നമ്മുടെ അന്യഭാഷയുടെ സമയം. അപ്പോൾ ആ സമയത്ത് 9 മണിക്ക് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, അതായത് നമ്മളിപ്പോൾ നടക്കുന്ന ഇങ്ങനത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം 9 മണിക്ക് കയറുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അന്യഭാഷ വരം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും മാത്രം 8 മണി മുതൽ പ്രാർത്ഥിക്കുവാൻ, ഈ മ്യൂട്ട് മാറ്റി സംസാരിക്കുവാൻ അന്തരീക്ഷം വീടിൻ്റെ അകത്തുള്ളവർ മാത്രം എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പ്രത്യേകിച്ച് രാത്രി 3 മണിക്കും ഈ മ്യൂട്ട് മാറ്റി സംസാരിക്കുക. എനിക്കറിയത്തില്ല, 3 മണിക്കൊക്കെ വീടിൻ്റെ അകത്ത് ഉറങ്ങാതെ, അതെ, വീടിൻ്റെ അകത്തൊക്കെ 3 മണിക്ക് എണീറ്റ് അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ആളുകൾ വീടിൻ്റെ അകത്ത് ഭയങ്കര അട്ടഹാസവും വർത്താനം. എനിക്കറിയത്തില്ല, നിങ്ങൾ ഈ ഉറങ്ങാതെ അന്യഭാഷയും പ്രാർത്ഥിക്കുന്നില്ല, വർത്താനവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതാ സിസ്റ്ററെ? അപ്പൊ അങ്ങനെയുള്ളവർ മൈക്ക് മ്യൂട്ട്, നിങ്ങൾ കയറുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട്, നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ, ആളുകൾ സംസാരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അന്യഭാഷ പറയുക. ഞാൻ എപ്പോഴും പറഞ്ഞത്, കേട്ടത് കൊണ്ട് ഒരിക്കലും അനുഗ്രഹം കിട്ടത്തില്ല കേട്ടോ, പറയുന്നത് കൊണ്ടാണ് അനുഗ്രഹം കിട്ടുന്നത്. ഒന്നുകൊണ്ട് ഞാൻ പറയാം, വെറുതെ നിങ്ങൾ ഓണാക്കി വെച്ചുകൊണ്ട് അന്യഭാഷ കേട്ടതുകൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല. അന്യഭാഷ പറയുന്നവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും ഓൾ മ്യൂട്ട് ചെയ്ത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും പിന്നെ അങ്ങനെ ഫുള്ള് മ്യൂട്ട്, കാര്യം ആരാ വർത്താനം പറഞ്ഞത് അറിയത്തില്ല. കാര്യം ഈ എല്ലാവരുടെയും മൈക്ക് ഓൺ ആയതുകൊണ്ട് ഇതിൽ ആരാണ് ഈ വർത്താനം പറയുന്നത് നമുക്ക് അവരെ വ്യക്തമായി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി മുതലൊരു കാര്യം ചെയ്യണം, അന്യഭാഷാ പ്രാർത്ഥന വരുന്നവരെല്ലാം വീഡിയോ ഓണാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേരുക. രാത്രി പിന്നെയും കുഴപ്പമില്ല, നമ്മൾ രാത്രി വീടിൻ്റെ അകത്ത് ഉറക്കത്തിൻ്റെ സമയമാണല്ലോ. 8 മണിക്ക് അന്യഭാഷാ പ്രാർത്ഥന വരുന്നവരെല്ലാം വീഡിയോ ഓണാക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന ആരാന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചകൾ നടക്കുന്ന സമയമാണ് അന്യഭാഷാ പ്രാർത്ഥന. നമ്മുടെ മനുഷ്യൻ ബലപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മളിൽ വർദ്ധിപ്പിക്കുന്ന സമയമാണ്. അത് മിസ്സാക്കരുത്, നഷ്ടമാക്കരുത്. ഭയങ്കര റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനയാണ്. ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ, നമുക്ക് ഇത്രയും കുഞ്ഞു പിള്ളേരൊക്കെയാണ്, നമുക്ക് എന്ത് ചെയ്യാം, വഴക്ക് പറയാം, ഒരു വടിയെടുത്ത് തല്ലാൻ പറ്റും. പക്ഷെ ഇത് കുഞ്ഞു പിള്ളേരുമല്ല, വലിയവരായതുകൊണ്ട് തല്ലാൻ പറ്റത്തില്ല, വഴക്ക് പറയാൻ പറ്റത്തില്ല. സ്വയമായിട്ടത് നിങ്ങൾ മനസ്സിലാക്കുക. ആമേൻ.
അപ്പോൾ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ജൂൺ മാസം 20 2 സ്ഥലങ്ങളാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് ആലപ്പുഴ, 2 പത്തനംതിട്ട. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം ഏത് സ്ഥലമാണോ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, ആലപ്പുഴയിലാണെങ്കിൽ ആലപ്പുഴ, അല്ലെങ്കിൽ പത്തനംതിട്ട ആണെങ്കിൽ പത്തനംതിട്ട, എവിടെയാണോ ആദ്യം നമ്മൾ പ്രാർത്ഥന, അതിന് ശേഷം അടുത്ത സ്ഥലം തന്നെ ഈ ജൂൺ മാസത്തിൽ തന്നെ. കാര്യം നമുക്ക് UK 27 ഒരു പ്രാർത്ഥന വരുന്നത് കൊണ്ട് ചിലപ്പം 2 പ്രാർത്ഥനകൾ ജൂൺ മാസത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കാണത്തുള്ളൂ. ജൂലൈ മാസം നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഈ പ്രാവശ്യം ജൂൺ മാസം 20 നോട്ട് ചെയ്തോണേ. ജൂൺ മാസം 20 പത്തനംതിട്ടയിലോ ആലപ്പുഴയിലോ നമ്മുടെ പ്രയർ സ്റ്റേഷൻ്റെ പ്രാർത്ഥന ഞാൻ ലൈവിൽ വരും. നമുക്ക് ഒരുമിച്ച് കൂടാം. അപ്പോൾ പത്തനംതിട്ടയിലോ ആലപ്പുഴയൊക്കെ ഉള്ള ഭാഗത്തുള്ളവർക്ക് എത്തിച്ചേരാൻ മാക്സിമം നിങ്ങൾ അന്യഭാഷ പ്രയർ സ്റ്റേഷൻ പ്രാർത്ഥന മിസ്സാക്കരുത്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൻ്റെ അകത്തുള്ള, ഞാൻ നിർബന്ധിക്കുമല്ല, പക്ഷേ നിങ്ങളത് മാക്സിമം ഒന്ന് നോക്കുക. വരാൻ പറ്റുവാണെങ്കിൽ, ലീവൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നോക്കുക. എന്തുകൊണ്ടെന്നാൽ ഒരു വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗത്തിൻ്റെ അകത്തായതുകൊണ്ട് നമുക്കറിയത്തില്ല എപ്പോഴാണ് നമ്മുടെ മേലേക്ക് ആ നിയോഗം വന്ന് വീഴുന്ന അറിയത്തില്ല. മിസ്സാക്കാതിരിക്കുക. വണ്ടിക്കൂലി ഇച്ചിരി മുടക്കിയാലും പ്രശ്നമൊന്നുമില്ല, ഇച്ചിരി ദൂരം യാത്ര ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ഒരു നഷ്ടവുമില്ല. നമ്മൾ സിനിമയ്ക്ക് പോലെ കല്യാണത്തിന് പോലെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയിലോട്ട് കയറുവാണ്. ദൈവം നമ്മളെ സഹായിക്കും. ആമേൻ. അന്യഭാഷ ഇല്ലാത്തവർക്കും പങ്കെടുക്കാം. ഒന്നുകൂടെ ഞാൻ പറയാം, രോഗസൗഖ്യ പ്രാർത്ഥന അവിടെയുണ്ട്. ദൈവം തന്ന ആലോചനകൾ, അതായത് കർത്താവ് എന്താണോ പ്രവചനത്തിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് അവിടെ ഇടപെടുന്ന സമയമുണ്ട്. അവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഡെലിവറൻസ് മീറ്റിംഗ് കൂടെ മിക്സ് ചെയ്താണ് അന്യഭാഷ പ്രാർത്ഥനയും ഡെലിവറൻസ് മീറ്റിംഗ് കൂടെ ചേർത്താണ് നമ്മൾ അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 രീതിയിലാണ്. അപ്പോൾ അന്യഭാഷ വരം ഇല്ലാത്തവർക്കും അന്യഭാഷ വരം കിട്ടും. മിക്സ് ചെയ്തുള്ള പ്രാർത്ഥനയാണ്. രോഗികളായിട്ടുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരണം. ആലപ്പുഴയിലും പത്തനംതിട്ടയിലൊക്കെ ഉള്ള രോഗികളെല്ലാം കൂട്ടിക്കൊണ്ട് വരണം. അവർക്ക് വേണ്ടി അത്ഭുത സൗഖ്യം ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. അത്ഭുത വിടുതൽ കർത്താവ് അവിടെ ചെയ്യുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വേഗത്തിൽ വചനത്തിലേക്ക് പോവാണ്. നാളെ നമ്മുടെ പ്രാർത്ഥന, നാളെ നമ്മുടെ സൂം മീറ്റിംഗ്, നാളെ ദിവസം ഫുൾ അന്യഭാഷാ പ്രാർത്ഥനയായിരിക്കും. നാളത്തെ പ്രാർത്ഥന, നാളെ നമുക്ക് മെസ്സേജ്, ദൈവ സന്ദേശമില്ലാതെ തന്നെ അന്യഭാഷ പ്രാർത്ഥനയായിരിക്കും നാളെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. വിശ്വാസ പ്രഖ്യാപനവും നാളത്തെ ഒരു ദിവസം അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കർത്താവാണ്. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് തന്നെ പോവാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുവാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കഴിഞ്ഞ ദിവസം നമ്മൾ തുടർച്ചയായിട്ട് മത്തായിയുടെ സുവിശേഷം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് അത് വേഗത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് 23-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നൊരു മർമ്മപ്രധാനമായ കാര്യമാണ്, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞു. നിങ്ങളിൽ നായകന്മാരെന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങൾക്ക് നായകൻ, ക്രിസ്തുവാകുന്നു. നോക്കിക്കേ, ഇവിടെ പറയുന്നു തന്നെത്താൻ താഴ്ത്തുന്നവൻ. നമുക്കറിയാം ഈ ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് താഴ്മ എന്ന് പറയുന്നത്. താഴ്മ ബൈബിളിൽ തന്നെ പറഞ്ഞുകൊണ്ട് നിഗളിച്ച് പിശാചിന് വന്നതുപോലെ. അപ്പൊ പിശാചിന് സംഭവിച്ച നെഗളവാണ്. തന്നെത്താൻ ഉയർത്തുവാൻ നോക്കിയത് കൊണ്ടാണ് പിശാചിന് താഴേക്ക് വീഴേണ്ടി വന്നത്. അപ്പൊ എന്താണ് ഈ താഴ്മ? ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ഈ താഴ്മയെന്ന്? എന്താണ് ഈ താഴ്മ? നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് പറയാൻ പറ്റും? മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠ. ഐ മീൻ താഴ്മ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ സബ്മിറ്റ് ചെയ്യുക, അതാ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നൊരു പദം നമുക്ക് അവിടെ കാണാൻ പറ്റും. താഴ്മ എന്നവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. അതായത് ബൈബിളിൽ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ പറ്റി കുറേ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ദൈവമല്ലാതെ പിതാവ് നിങ്ങൾക്ക് ഇല്ല. നോക്കി ഈ വാക്യം കൊണ്ട് നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. നോക്കി പിതാവേ എന്ന് അതിനർത്ഥം നമ്മുടെ സ്വന്തം പിതാവിനെ പറ്റി അല്ല ഇവിടെ പറഞ്ഞത്. ദൈവത്തെ പോലെ ആരെ എന്ത് ചെയ്യരുത്, നിങ്ങൾ കാണരുത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, താഴേക്ക് വരുമ്പോൾ നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, ഒരുത്തനത്ര നിങ്ങൾ നായകൻ, ക്രിസ്തുവാണ് നമ്മുടെ നായകൻ. നോക്കി, ക്രിസ്തുവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും എല്ലാം. പലപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് താഴ്മയാണ്. നോക്കി, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. അപ്പം വചനത്തിൽ പറയുന്നു, ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി ബൈബിൾ പറയുകയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യണം? എല്ലാവരുടെയും ശുശ്രൂഷ ചെയ്യുന്നവരാകണം. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക,
നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത്, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് സമർപ്പണം, താഴ്മ. ദൈവം നമ്മളെ ഉയർത്തും. എന്നോട് പറഞ്ഞാട്ടെ, ദൈവം എന്നെ ഉയർത്തുമെന്ന് പറ. ആമേൻ. ദൈവം നിങ്ങളെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളെ ദൈവം അസാധാരണമായ രീതിയിൽ ഉയർത്തും. ലോകത്തിൽ നിങ്ങളുടെ പട്ടണത്തിൽ ഒരു മനുഷ്യനും ഉയരാത്തതുപോലെ ദൈവം നിങ്ങളെ ഉയർത്തും. ഒരു മനുഷ്യനും എത്തിപ്പെടാൻ മേലാത്ത രീതിയിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തും. പക്ഷെ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടത് താഴ്മയാണ്. ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ഉയർത്തപ്പെടുന്നത്. അപ്പൊ താഴ്മ എവിടെയാണ് നാം താഴേണ്ടത്? മനുഷ്യന്റെ മുമ്പിലല്ല. പകരം വചനം പറയുന്നു, ആവണ്ണം തന്നെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങണം. അപ്പൊ നോക്കി, മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണം. എപ്പോഴും നമുക്കറിയാം, നമ്മൾ നെഗളം എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു ഫലമാണ്. നെഗളം പിശാചിന്റെ ഒരു സ്വഭാവമാണ് നെഗളം. അപ്പൊ ഈ നെഗളത്തിന്റെ പ്രത്യേകത, നിങ്ങളിൽ ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുവാനുണ്ടാകുന്ന ഒരു ഘടകമാണ് നെഗളം. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറയാറുള്ളത് പോലെ, നിങ്ങളെപ്പോഴും ദൈവസന്നിധിയിൽ, പ്രത്യേകിച്ച് നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരെ കീഴ്പ്പെടണം. ഒരിക്കലും നിങ്ങൾ അവരുടെ തലയ്ക്ക് മീതെ പോവുകയില്ല. ദൈവം നിങ്ങളെ ഉയർത്തുന്ന സമയം വരെ ഒരിക്കലും നിങ്ങൾക്ക് സ്വയമായിട്ട് ഉയരുവാൻ പറയത്തില്ല. ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പൊരുളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് നോക്കുക, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നുണ്ടോ? ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്ന താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. അപ്പൊ തന്നെത്താൻ താഴ്ത്തുന്നവന് കൃപ നൽകും ദൈവം. അപ്പൊ എന്താ കൃപ? അർഹിക്കാത്ത നന്മയാണ് കൃപ. ആമേൻ. അർഹിക്കാത്ത നന്മയാണ്. നമുക്കറിയാം, നമുക്ക് ഒരു ക്രിസ്തുവിലേശ് ഒരു വ്യക്തി ആത്മീയമായിട്ട് അന്യഭാഷ പറയുകയും വചനത്തിലും പ്രാർത്ഥനയിലും ഒരു വ്യക്തി വളരുന്നു എന്നതിൻ്റെ അടയാളം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിക്കകത്ത് നെഗളം ഉണ്ടാകത്തില്ല. ഒറിജിനൽ ആയിട്ട് ഒരു വ്യക്തി വളരുമ്പോൾ ആ വ്യക്തി എന്തോ ആണ്, എനിക്ക് കുറേ വചനം അറിയാം, ഞാൻ വലിയൊരാളാണ്, എനിക്ക് എന്തെല്ലോ ഒക്കെ അറിയാം, എനിക്ക് നന്നായിട്ട് ഞാനിങ്ങനെ നമുക്ക് മനസ്സിലാവും, അവരിൽ ഒരു പ്രൈഡ് വെളിപ്പെടുമല്ലോ. ഇത് ഓർത്താൽ മതി. ഇതിവലിൽ പിശാച് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. കണ്ടോ? പിശാച് പ്രവർത്തിക്കുന്നതിൻ്റെ സൈനാണ് തന്നെത്താൻ ഉയർത്തുവാൻ ശ്രമിക്കുന്നത്. ആമേൻ. 10 വചനം കാണാപ്പാടം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കൃപ തന്നു. ഓക്കെ, എവിടെയൊക്കെയോ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹം വന്നു ഉടൻ നമ്മൾ പറയും, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, മറ്റുള്ളവരെ പോലെ ഒന്നുമല്ല, ഞാൻ നന്നായിട്ട് ദൈവസന്നിധി ഇടിവിൽ നിന്നുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറയരുതേ. കർത്താവിൻ്റെ സന്നിധിയിൽ ആ കൃപ ലഭിച്ചത് കൊണ്ടാണ്. ആമേൻ. പുകഴുവാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇല്ല. ഇതാണ് ആദ്യം മനസ്സിലാകേണ്ടത്. പുകഴുവാൻ നമുക്കൊന്നുമില്ല. ഇനി തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെട്ടു പോകും. കണ്ടോ? ഹാലലുയ്യ. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഹാലലുയ്യ. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മളെ വിശ്വാസ ജീവിതം, ഞാൻ ദൈവസന്നിധിയിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവ്, ഈ നമുക്കിപ്പം വലിയൊരു കൂട്ടം, എന്താ പറയുക, നമ്മുടെ ഒരു കൂട്ടം ആളുകളെ കർത്താവ് തന്നു. ദൈവകൃപയാൽ നമ്മൾ എവിടെ ഇപ്പം പ്രാർത്ഥനകൾ ക്രമീകരിച്ചാലും ഹോള് നിറഞ്ഞ് ഓവർഫ്ലോ എന്ന രീതിയിൽ എല്ലാ പട്ടണങ്ങളിലും കർത്താവിൻ്റെ കൃപയാൽ എന്ത് ചെയ്തു? ആളുകളെ ദൈവം തന്നു, അല്ലേ? എവിടെ വെച്ചാലും നമുക്ക് ഓവർഫ്ലോ കർത്താവ് തന്നു. എങ്ങനെ കളിച്ചാലും നമുക്ക് ഹോളിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചെങ്കിലും ആളുകളെ കർത്താവ് തരുന്നുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഞാൻ കർത്താവിൽ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ നീണ്ട കാലഘട്ടം, ഞാനത് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും, അല്ലേ, 2, 3, 4 പേരുമായിട്ട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. നീണ്ട കാലഘട്ടം ഓർത്ത് നോക്കിക്ക്. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പലപ്പോഴും ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് ആളുകൾ സുവിശേഷം കേൾക്കുവാനോ അല്ലെങ്കിൽ പറയുന്ന സുവിശേഷം കേൾക്കാൻ വേണ്ടി ആളുകൾ എന്തുകൊണ്ട് വരുന്നില്ല? നീണ്ട കാലഘട്ടം. അപ്പോൾ നീണ്ട കാലഘട്ടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അവസാനം എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഈ കഠിനപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്, മനസ്സ് എന്തിനൊക്കെയോ ഇങ്ങനെ അഡ്ജസ്റ്റഡ് ആയി. അപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലേക്കൊരു 1000 പേര് വരുമ്പോഴും 2 പേരിയ്ക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഒരേ മനോഭാവത്തിലേക്ക് പോകുന്ന എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
ഒരേ മനോഭാവത്തിലേക്ക്. അതിന്റെ കാരണം ദൈവം ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു ട്രെയിനിങ് തരികയാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുക, നിങ്ങൾ ആദ്യ സമയത്ത് നമ്മൾ ഈ മലവെള്ളപ്പാച്ചിൽ പോലെ ആത്മാക്കളെല്ലാം കൂടെ വരുമ്പോൾ ആണെങ്കിൽ എനിക്കറിയത്തില്ല, ചിലപ്പം മുന്നോട്ട് നമ്മൾ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും അല്ലേ. വലിയ പ്രതീക്ഷ എപ്പോഴും നമുക്ക് വേണം. അന്നും പെരുത്ത മീൻകൂട്ടം തന്നെയാണ് വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമ്മൾ ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ വാക്യം മറന്നു പോകരുത്. പത്രോസ്ലീഹയുടെ ലേഖനം നോക്കിക്കേ. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ കണ്ടോ, ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ താന്നിരിക്കണം. അടുത്ത വാക്യം, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്ത ആകുലവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളണം. അപ്പൊ എന്താണ് ഈ താഴ്മയെന്ന് പറഞ്ഞാൽ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കകത്ത് നമ്മൾ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കാതെ പകരം ദൈവം എന്നെ ഓരോന്നിലും ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് പറയുന്നു. ശുശ്രൂഷ എന്നാലും നമ്മുടെ വീടിൻ്റെ അകത്ത്, നമ്മളിപ്പം വീടിൻ്റെ അകത്ത് നിങ്ങൾ ആക്കി വെച്ചു. ഭവനത്തിൻ്റെ അകത്ത് നിങ്ങളൊരു ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, കുഞ്ഞു മകളായിരിക്കാം, എന്തുമായിക്കോട്ടെ, ഓഫീസിൽ എവിടെയായാലും ആയിക്കോട്ടെ. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് ഈ വ്യക്തിയെ ഒന്ന് ഉയർത്തണം, കൃപ കൊടുത്തു. പക്ഷെ നമ്മൾ താഴ്മ നമുക്ക് വരുന്നില്ല. നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ താഴുമ്പോൾ തന്നെ താഴ്മ മറ്റുള്ള മനുഷ്യന് കാണണം. എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും നാം എന്ത് ചെയ്യണം, നമ്മൾ ഇരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് നോക്കിയാൽ, നമ്മൾ ഇരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് നമ്മൾ ചിന്തകളും ആകുലതകളും ഒക്കെ നമുക്ക് വരും അല്ലേ. ഭാരങ്ങൾ, ആകുലതയൊക്കെ വരുമ്പോൾ അത് കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുക. എൻ്റെ ചോദ്യം, എങ്ങനെയാണ് നമ്മുടെ ചിന്തകളും ആകുലതകളും കർത്താവിൻ്റെ മേൽ ഇടുന്നത്? ഒന്ന് പറഞ്ഞു തന്നെ. ദൈവസന്നിധിയിൽ എങ്ങനെ ഇടുന്നത്? കർത്താവിനോട് ദൈവം നമുക്ക് വേണ്ടി കരുതുമെന്നുള്ള ചിന്തയെ കർത്താവിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക, കർത്താവിനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക, ഏൽപ്പിക്കുക. ദൈവം കരുതുന്നുള്ള വിശ്വാസം കൂടെ നടക്കുക. വിശ്വാസത്താൽ ഈ ചിന്തകളും ആകുലതകളും കർത്താവിന്റെ മേൽ ഇട്ടുള്ളൂ. ഈ വചനം വെച്ച് വേണം ഈ ആകുലത. നോക്കിയേ, തക്ക സമയത്ത് എനിക്കൊരു ഉയർച്ച ഉണ്ടാവും. കേട്ടോ. അപ്പൊ ഇപ്പോഴെന്റെ മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന ഭാരം, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് പലപ്പോഴും ഉയരാൻ പറ്റുന്നില്ല, എനിക്ക് എന്തുകൊണ്ടാണ് കർത്താവ് ഒരു ഉയർച്ച വരാൻ? നമ്മളായിട്ടൊന്നും ശ്രമിക്കരുത്. അതാണ് ഈ ഭാരം. നമ്മളായിട്ടൊന്നും ശ്രമിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ ഭാരം, നമ്മുടെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ മേൽ ഇടുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ചിന്തകളും ആകുലതവും വരുമ്പോഴേക്കും സ്വയമായിട്ട് എന്ത് ചെയ്യണം? പറയണം, ഇല്ല, കർത്താവ് എന്നെ ഉയർത്തും. കണ്ടോ, ഇങ്ങനെയാണ് ചിന്തകളും ആകുലതകളും യേശുവിൻ്റെ മേൽ കൊടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഒരു വാച്ച് നമുക്ക് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൈമാറുന്നത് പോലെ യേശുവിലോട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒറ്റ കാര്യം, എന്നെ ഇത് വിട്ട് മാറിപ്പോര്, തക്ക സമയത്ത് ഉയർത്തും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബലമുള്ള ദൈവത്തിന്റെ കരത്തിൽ താന്നിരിക്കണം. കണ്ടോ? ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് പണ്ട് വയനാട് എനിക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വലിയൊരു അവസരം കിട്ടി. വയനാട് ഒരു സ്ഥലത്ത്, കേരളത്തിൽ ഇപ്പം നന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്ന വലിയ ശക്തനായ ഒരു ദൈവദാസൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ശക്തനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ. അപ്പം അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. അപ്പം എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് എന്നോട് വന്നിട്ട് ചോദിച്ചു, ബ്രദറെ ഒന്ന് പോകാം, ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് വലിയൊരു ക്രൗഡ് ഞാൻ കണ്ടിട്ടില്ല, വലിയ കൂട്ടത്തിലൂടെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ, കർത്താവിൻ്റെ നാമത്തിൽ അവരെന്ത് ചെയ്യും, വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ തരും, ഒന്നും ഭാരപ്പെടേണ്ട, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താനുള്ള കാര്യങ്ങളൊക്കെ അവർ തരും എന്നൊക്കെ കൊണ്ട് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം, അത്രയും വലിയ ക്രൗഡിലൂടെ എങ്ങനെ? അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ നോക്കുമ്പോൾ അവിടെ പോയി പ്രസംഗിക്കാം. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നോ. കണ്ടോ, നല്ലൊരു അവസരമല്ലേ, നല്ലൊരു കാഴ്ചയല്ലേ, അപ്പോൾ അത്രയും ആൾക്കാരോട് വചനം പറയാൻ പറ്റുന്ന ഒരു അവസരമല്ലേ, പക്ഷെ അത്രയും ക്രൗഡിനോട് പറയേണ്ട ഒരു സാധ്യത എനിക്ക് മുമ്പിൽ തുറന്നു തന്നല്ലേ. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു, നീ ഇപ്പം പോകണ്ട. കണ്ടോ, ഹല്ലേലൂയ. പെട്ടെന്ന് മനസ്സിൻ്റെ അകത്തൊരു ഭാരം വന്നു. പോയിരുന്നെങ്കിൽ അത്രയും പേരോട് സുവിശേഷം പറയാൻ വലിയൊരു മാന്യതയല്ലേ. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? ഇല്ല, ദൈവം തരുന്ന അവസരമുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം തരുന്ന അവസരമുണ്ടെന്ന് പറ.
ദൈവം തരുന്ന അവസരമുണ്ട്. ഒരു വിശ്വാസി എപ്പോഴും ഓർത്തോണം, രക്ഷിക്കപ്പെട്ട വിശ്വാസി ഈ വചനം മറക്കരുത്. തക്ക സമയത്ത് എനിക്കൊരു ഉയർച്ച ഉണ്ടാകും. എന്റെ സമയമല്ല, മനുഷ്യന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയത്ത്. ആമേൻ. അപ്പൊ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ദൈവസന്നിധിയിൽ, വാക്കുകൊണ്ട്, യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, തന്നെത്താൻ താഴ്ത്തുന്നവൻ. അപ്പൊ ഈ താഴുക എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? തല ഉനിക്കുക എന്നൊരാശയമല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് തിടുക്കപ്പെടാതെ, നമ്മളെക്കാൾ മുമ്പ് പലരും ഓടിപ്പോകുന്നത് കാണാൻ പറ്റില്ല. ബ്രദറെ, എന്നെക്കാൾ മുമ്പ് പലരും പ്രാർത്ഥിച്ച് പല അത്ഭുതങ്ങൾ നേടുന്നപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല കർത്താവേ, ഞാൻ പലപ്പോഴും എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല. ആവശ്യത്തിന് പറഞ്ഞില്ല, തക്ക സമയത്ത് ഞാൻ ഉയരും. കണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ശുശ്രൂഷ. ഏറ്റവും നല്ല മർമ്മം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, ഈ കസേരയൊക്കെ ഇടുന്ന ശുശ്രൂഷയൊക്കെ ഏറ്റവും നല്ല ശുശ്രൂഷ. ഈ ചിലർക്കൊക്കെ മിനിസ്ട്രിയിലൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ അനുഗ്രഹം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ കസേര ഇട്ടിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ ഹോളിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, അവിടെയുള്ള തൂത്തുവാരി ആ പോസ്റ്ററൊക്കെ വലിച്ചു വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. നോക്കിക്കേ, അതായത് ഭാരത്തോടെയല്ല, എല്ലാം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാര്യം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇത് ദൈവം തരുന്ന ഒരു അവസരമല്ലേ, ആണല്ലേ? നോക്കിക്കേ, അപ്പൊ ഈ കീഴ്പ്പെടുക എന്ന് പറയുന്നത്, ദൈവസന്നിധിയിൽ നിങ്ങളെ ദൈവം ഉയർത്തണമെങ്കിൽ കീഴ്പ്പെടണം. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് നല്ലൊരു ശുശ്രൂഷകനായി മാറണമെങ്കിൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മൂപ്പന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങുവിൻ. ചിലപ്പോൾ നിങ്ങളെക്കാളും പ്രായക്കുറവായിരിക്കാം നിങ്ങളുടെ ശുശ്രൂഷകന്, പക്ഷെ നിങ്ങൾക്ക് പറയാം, ഞാൻ അതിനേക്കാളും കൂടുതൽ, എനിക്ക് ബ്രദറിനേക്കാളും കൂടുതൽ വചനമൊക്കെ അറിയാം കേട്ടോ, ബ്രദർ കൂടുതൽ ഞങ്ങളെ പഠിപ്പിക്കുമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സത്യമായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളുടെ തലയ്ക്ക് മീതെ ഒരാളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയരെ, കീഴടങ്ങിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്ന അറിയാവോ? ഈ വാക്യം നോക്കിക്കേ, ഈ വാക്യം ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചോണെ, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. കണ്ടോ? താഴ്ത്തപ്പെടും. ഭവനത്തിൻ്റെ അകത്ത് ചിലപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആദ്യം യേശുവിനെ അറിഞ്ഞ നിങ്ങളായിരിക്കാം. ബ്രദറെ, എൻ്റെ ഭർത്താവാണെങ്കിൽ ഒരു വക കേൾക്കുന്നില്ല. നേരെ തിരിച്ചു ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഭർത്താവാണ് ആദ്യം യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല. ഇനി ഭാര്യയാണ് യേശുവിനെ അറിഞ്ഞത്, ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ഇനി ഭർത്താവും ഭാര്യയെ അറിഞ്ഞിട്ടില്ല, മക്കളാണ് യേശുവിനെ അറിഞ്ഞേക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ മാത്രം സത്യം പറഞ്ഞു, ഇവരൊന്നും വരുന്നില്ല, ഇവരൊന്നും അങ്ങോട്ട് വരുന്നേ ഇല്ല. എൻ്റെ പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ താഴ്മയാണ് ദൈവം കൃപ തരുന്നത്. അധികം കൃപ തരുമ്പോൾ അവരുടെ മനസ്സാന്തരം തന്നെ ഉണ്ടാവും. ആമേൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, അതാണ് നമ്മുടെ ഭവനത്തിന്റെ അടിസ്ഥാനത്തെ ദൈവം കുലുക്കാൻ വേണ്ടി പോകുന്നു. നോക്കി, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ദൈവം ഉയർത്തും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം ദൈവം എന്ത് ചെയ്യും? താഴ്ത്തും. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം, ഞാൻ പലപ്പോഴും പറഞ്ഞ ചില അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ നടന്നില്ലാതെ വരാം. അതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും നടക്കത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ചില കാര്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കും. പക്ഷെ ദൈവം ഓർത്തു വെക്കും. ദൈവം ഓർത്തു വെച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഒരാളെ ആവശ്യമാണ്. 1-2 പേരെ നമ്മൾ ഏൽപ്പിച്ചു. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്നൊരു മനോഭാവമാണ് പലർക്കും ഞാൻ കണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടത് സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇനി പുറത്തുനിന്ന് ഒരാൾക്ക് വരാനാണ് പറ്റുമെങ്കിൽ, ഇനി ചെറിയ പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളെ നോക്കാം. വിശ്വാസിയായിട്ടുള്ള ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഒന്ന് അന്വേഷിക്കണം. സ്ഥിരമായിട്ട് വേണം. ഇന്ന് ഒരാളില്ലെങ്കിൽ നാളെ ചെയ്യാൻ വേണ്ടിയല്ല, ഇതൊരു നിയോഗമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ നിയോഗമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വരണം. എനിക്ക് എന്താ പറയുന്നത്, മറ്റാരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്നൊരു മനോഭാവത്തിൽ വരരുതേ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എനിക്കത് ഏറ്റവും എന്താ പറയുന്നത്, നമുക്ക് താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. നമുക്ക് മനസ്സോടെ എല്ലാം ചെയ്യണം. ഞാനിത് കർത്താവിന് വേണ്ടി, എനിക്ക് ആ മനോഭാവത്തിൽ കിട്ടുമ്പോഴാണ് നമുക്ക് എല്ലാം സക്സസ്. അപ്പോൾ ഒന്ന് അന്വേഷിക്കണം. നിങ്ങളുടെ തലമുറകളുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോടൊന്ന് പറയണം. ആരാന്ന് വെച്ചാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് ക്രമീകരണം ഉണ്ടാകണം. കർത്താവ് വലിയ കാര്യത്തിലേക്ക് കൊണ്ടുപോകും. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഒന്ന് അന്വേഷിക്കണം. സ്ഥിരമായിട്ട് വേണം. ഇനി 1-2 ദിവസം ആബ്സെന്റ് ആയാലും കുഴപ്പമില്ല. നമുക്കത് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരാളെ അന്വേഷിക്കണം. കർത്താവിന്റെ നാമത്തിൽ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ.
എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ എന്നെ ഇംഗ്ലീഷാണ് മിസ്റ്റേക്ക് വരുമോ എന്നൊരു പേടിയുണ്ട്. എൻ്റെ പിന്നെ ഫുള്ളായിട്ടുള്ള ഇംഗ്ലീഷ് ബൈബിളും ഇല്ല. ഇല്ല, പഴയ നിയമം മൊബൈലിലാണെങ്കിലും നോക്കിയാൽ മതി സിസ്റ്റർ, നമുക്കൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെ മൊബൈലിലാണെങ്കിലും എനിക്കറിയത്തില്ല brother. അങ്ങനെ നോക്കാൻ എനിക്കറിയത്തില്ല. ഞാനുണ്ട് ബ്രദറെ ഇവിടെ, പക്ഷെ ഹയർ വൈഫൈയുടെ ഒരു സെക്കൻഡറി പ്രശ്നം കൊണ്ടാ. പഠിപ്പിച്ച ടീച്ചറാ. ഹയർ ആ സെക്കൻഡറി പഠിപ്പിച്ച ടീച്ചറാ. പക്ഷെ മിസ്റ്റേക്ക് വരുവാണെങ്കിലോ എന്നൊരു പേടിയാ. എന്തായാലും നോക്കാം. ഇപ്പൊ രണ്ടുപേര് വന്നില്ലേ, നിങ്ങൾ മാറി മാറി നോക്കുക. ബൈബിള്, ഒരു ഇംഗ്ലീഷ് ബൈബിള് മേടിക്കുക, ന്യൂ KJV ഏതെങ്കിലും മേടിക്കുക, നമുക്കത് നോക്കാം കേട്ടോ. ശരി. അപ്പൊ കഴിഞ്ഞ തവണ ശരിയായിരുന്നുണ്ടെങ്കിൽ ഐ എം അവൈലബിൾ ബ്രദർ. സിസ്റ്റർ നന്നായിട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ ആരെയും കാണാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഇതൊരു ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ട്. അപ്പൊ നാളെ മുതൽ നമുക്ക് സിസ്റ്റർ എല്ലാ ദിവസവും ഈ രണ്ടുപേര് നമുക്ക് മാറി മാറി ചെയ്യാം കേട്ടോ. അപ്പൊ എന്നെ അത് ഓർപ്പിക്കണം. നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം, വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ വചനം അയച്ചു തരാം. ഓക്കെ, ആ വചനം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നോക്കി വെച്ചാൽ മതി. അതനുസരിച്ച് നിങ്ങൾക്ക് അപ്പോൾ എടുക്കാൻ പറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവൻ നമുക്കറിയാൻ പറ്റത്തില്ല എപ്പോഴാണ് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നിങ്ങൾ പറഞ്ഞില്ല, നമ്മൾ ഇത്ര നാൾ നിങ്ങൾ കേട്ട് വന്ന ഒരു പ്രാർത്ഥന ലൈഫ് സ്റ്റൈലല്ല, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി കർത്താവ് നമ്മൾ എടുത്തുപയോഗിക്കും. അതിന് വേണ്ടിയുള്ളൊരു നമ്മൾ ഈ കാണുന്ന ഈ ഇപ്പൊ പോകുന്ന കേരളത്തിന്റെയും ലോകത്തിന്റെയും ഇന്ത്യയുടെയൊക്കെ അന്തരീക്ഷം മാറാൻ വേണ്ടിപ്പോ പ്രിയരെ, നിങ്ങളുടെ സകല അന്തരീക്ഷങ്ങളും മാറാം. ആ സമയത്ത് നിങ്ങൾക്ക് മിറക്കിൾ മണി ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി നന്മ കാണും? നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ ആഹാരത്തെ എലിയാവിൻ്റെ കാലത്തും എലീശയുടെ കാലത്തും വിധവയുടെ ഭവനത്തിൽ എണ്ണയും ആ മാവും ഒക്കെ വർദ്ധിപ്പിച്ചത് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, ഞാൻ അങ്ങനത്തെ ഒരു കാലം ഇപ്പം നിങ്ങൾ ചിന്തിച്ചിരിക്കുമായിരിക്കും അല്ലേ, ഇതൊക്കെ എന്നാ ബ്രദർ എന്നായി പറഞ്ഞു, ഈ പുതിയ കാലഘട്ടത്തിലാണോ, 2000 കാലഘട്ടത്തിലാണോ ബ്രദർ ഇതൊക്കെ ശ്രദ്ധിച്ചോണേ, ഇതൊക്കെ സ്റ്റക്കായി പോകാൻ വേണ്ടിപ്പോ പ്രിയരെ. നിങ്ങൾക്ക് അത്ഭുതങ്ങളിലൂടെ അല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലം വരാൻ വേണ്ടി പോവാ. സീരിയസ് ആയിട്ട് ഞാൻ പറയാൻ പോവാ. കോവിഡ് വന്നപ്പോൾ നമുക്കൊരു അവയർനെസ് ഉണ്ടായില്ലേ? ഇതേപോലെ വിശ്വാസത്താൽ കാര്യങ്ങളെ നടത്തുവാൻ അറിയാത്തൊരു സമയം വരുന്നുണ്ട്. ആ സമയത്ത് ഒരു ബ്രദറും കാണത്തില്ല, ഒരു ദൈവദാസനും കാണത്തില്ല, ഒരു സഭയും കാണത്തില്ല. അതിൻ്റെ അന്ത്യകാലത്തെ ട്രെയിനിങ് ആണ് ഈ കൂട്ടായ്മ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, അന്യഭാഷ പ്രാപിക്കണം. അന്യഭാഷയിലും ആത്മാവിൻ്റെ ശക്തിയിലും വിശ്വാസ വചനങ്ങൾ കേട്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ വരും. ആർക്കും പ്രവർത്തിക്കാത്ത രാത്രി വരുമെന്ന് വചനം വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ. ഹാലലൂയ. അപ്പൊ ഇത് പഠിക്കണം. ഇപ്പൊ നമുക്ക് അത്ഭുതങ്ങളെ പറ്റി ഭയങ്കര പ്രസംഗം ഒത്തിരി ഉണ്ടല്ലേ, ഒത്തിരി ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. നമ്മളിങ്ങനെ, ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഈ ഫാന്റസി പ്രസംഗങ്ങൾ കേൾക്കരുത് നിങ്ങൾ. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുമല്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു ഫാന്റസിയിലൂടെ കയറ്റി വിടുക, ഭയങ്കര സംഭവം, ഇപ്പൊ നിങ്ങൾക്ക് അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു, ഒന്നും കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് കാണാത്തെന്നറിയാവോ? ആ ഒരു കാര്യം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പഠിപ്പിച്ചു തരാത്തത് കൊണ്ട്. അത് അവർക്കും അറിയത്തില്ല. അതിന് ഞാൻ പറയുന്നത് ഫാന്റസിയാണത്. നമുക്കില്ലാത്ത അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫിനെ പറ്റി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക. അതെങ്ങനെ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റും? അതെങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിക്കുന്നു? നമ്മൾ പലപ്പോഴും എലിയാവിൻ്റെ കാക്കയെ പറ്റി കേൾക്കാറില്ല, ഒത്തിരി പ്രസംഗങ്ങളുണ്ട്, നമ്മൾ കേട്ട് കൈയടിച്ചു ആത്മാവിലായൊക്കെ പോകാറുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, ഒരു കാക്കെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടോ? ഇല്ല. കലത്തിലെ മാവ് വർദ്ധിപ്പിച്ച ഒത്തിരി പ്രസംഗം നമ്മൾ കേട്ടു. എന്തുകൊണ്ട് എൻ്റെ കലത്തിൽ മാവ് വരാത്തത്? വല കീറുമാറ് നന്മ കിട്ടിയ പ്രസംഗം നമ്മൾ പലപ്പോഴും എന്തുകൊണ്ട് എൻ്റെ ഭവനത്തിൽ ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇപ്പോഴും സ്പിരിച്വൽ സെൻസേഷനുകൾ പ്രവർത്തിക്കുന്നില്ല. അവിടെ നിങ്ങൾ വളർന്നു വരണം. അങ്ങനെ വളർന്നു വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരാൻ പോകുന്ന സമയത്ത് പല ദുർഘട സമയങ്ങൾ വരുമെന്ന് ബൈബിളിലുണ്ട്. അത് അടുത്തിരിക്കുന്നു പ്രിയരെ, അടുത്തിരിക്കുന്നു. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കണം, വളരെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുവാൻ പഠിക്കണം. നോക്കിയേ. അപ്പൊ നമ്മൾ എന്താണ് ഈ താഴ്മ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ വചനം മറക്കരുത്, യേശു ക്രിസ്തു തക്ക സമയത്ത് ഉയർത്തും. ഇതാണ് ചിന്തകൾ നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. ഈ ചിന്തകൾ എന്തുകൊണ്ടെന്നുള്ള ചിന്തകൾ മാറ്റിയിട്ട് റൈറ്റ് ടൈം എന്നുള്ള വാക്ക് റീപ്ലേസ് ചെയ്യണം. തക്ക സമയത്ത് കർത്താവ് എന്നെ ഉയർത്തും. തക്ക
തക്ക സമയത്ത് കർത്താവ് എന്നെ ഉയർത്തും. അപ്പൊ ഈ ദൈവത്തിന്റെ, അപ്പൊ എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പ്രത്യേകിച്ച് ഈ പ്രയർ സ്റ്റേഷന്റെ ഒക്കെ ഈ പ്ലാൻ, പ്രയർ സ്റ്റേഷന്റെ പദ്ധതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. നിങ്ങളുടെ അകത്തുള്ള, നിങ്ങളിലുള്ള വിശ്വാസ ജീവിതം നിങ്ങളിലൂടെ ദൈവപ്രവർത്തികളിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കുകയും അനേകരെ ക്രിസ്തുവിലേക്ക് നേടുക എന്നൊരു നിയോഗമാണ് ഈ കൂട്ടായ്മയെ ദൈവം തന്നിരിക്കുന്നത്. അതിനാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ആളുകൾ ഒരു കാര്യം ഓർത്തോണം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. വൻ കൃപകളാൽ പരിശുദ്ധാത്മ നിറയ്ക്കും. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നന്ദി യേശുവേ, നന്ദി കർത്താവ്. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച്. യേശുവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഒരു സ്പർശനം, ഞാൻ പറഞ്ഞല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ നിങ്ങളുടെ അയൽവക്കത്തെ വ്യക്തിയെയും നിങ്ങളുടെ പട്ടണത്തിൽ അനേകരെ നേടേണ്ടതുണ്ട്. ചുമ്മാ ചിന്തിച്ചു നോക്കി. നിങ്ങൾ വെറുതെ പോയി യേശു നിങ്ങളെ രക്ഷിക്കും, എൻ്റെ ജീവിതത്തിൽ യേശു പ്രവർത്തിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ യേശു പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ പ്രിയരെ? ഒന്ന് ചിന്തിച്ചേ. ഇല്ല ബ്രദറെ, ഇല്ല. നമുക്ക് തന്നെ അറിയാം അല്ലേ? നമുക്ക് തന്നെ അറിയാം, നമ്മൾ ആരും വിളിച്ചു കഴിഞ്ഞാൽ അവർ വരത്തില്ല. പിന്നെ എങ്ങനെയാണ് സുവിശേഷത്താൽ അവരെ നേടേണ്ടത്? ദൈവശക്തി കൊണ്ടാണ്. നിങ്ങൾ ആ വീട്ടിൽ ഒരത്ഭുതമായി മാറണം. അതിന് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളൊരു അത്ഭുതമായി മാറണം. അതിനാണ് നിങ്ങൾ പ്രാപ്തരാകേണ്ടത്. ആദ്യം നിങ്ങളുടെ ഭവനത്തിലാണ് സാക്ഷ്യം വെളിപ്പെടേണ്ടത്. 2, മറ്റുള്ള വ്യക്തിയെ നിങ്ങൾ സ്വാധീനിക്കണം. ഇപ്പം നമ്മൾ കേട്ടില്ലേ, കഴിഞ്ഞ ദിവസം പിഞ്ചു കുഞ്ഞിനെ മർദ്ദിച്ച് കൊന്നുകളഞ്ഞ ആ ഒരു വാർത്ത നമ്മൾ കേട്ടോ. ഇന്നും ഒരു വാർത്ത നമ്മൾ കേട്ടു. അങ്ങനെ പല വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ പ്രിയരെ, നിങ്ങളാണ് അവരെ. ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ യഹോവ പട്ടണത്തെ നശിപ്പിക്കത്തില്ല. പക്ഷേ ദേശത്തിൽ നാശങ്ങൾ സംഭവിക്കുമ്പോൾ, പല അനർത്ഥം സംഭവിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട്. അനേക തലമുറകളെ വിടിവിക്കുവാനുള്ള കൃപ ലഭിച്ചവരാ നിങ്ങൾ. അതുകൊണ്ടല്ലേ യേശു പറയും, നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണം, നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കണം, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കണം, നിങ്ങൾ പോയി മരിച്ചതിനെ ഉയർപ്പിക്കണം. എന്തുകൊണ്ട് നിങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ല? പരിശോധിക്കണം. കാരണം നമ്മുടെ ശക്തി പുതുക്കണം, ഓരോ ദിവസവും ബലപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളിലൂടെയാണ് ലോകത്തിലേക്ക്, യേശുവിലേക്കുള്ള വാതിലായി മാറുക. എൻ്റെ സാക്ഷ്യമാണ് മറ്റുള്ളവൻ യേശുവിലേക്കുള്ള വാതിൽ. നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഇന്ന് തന്നെത്താൻ താഴ്ത്തുന്ന ഒരു മനോഭാവം. ഒരു കാര്യം ഉറപ്പാണ്, ദൈവമാണ് നമ്മളെ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എപ്പോഴും ഓർത്തോണെ, ദൈവമാണ് നമുക്ക് മാന്യത തരുന്നത്, ദൈവമാണ് നമ്മളെ മാനിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമുക്ക് എല്ലാ കൃപകളും തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ, കർത്താവെ, അങ്ങ് ഉയർത്തിയതല്ലാതെ, ദൈവം നടത്തിയതല്ലാതെ, ദൈവം തന്നതല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിൽ നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹമുണ്ട്. എവിടെയൊക്കെയോ നമ്മുടെ താഴ്മ നമ്മളെ ധരിക്കണം. താഴ്മ ധരിപ്പിനെന്നാണ് വചനം പറഞ്ഞു. നോക്കി, താഴ്മ ധരിപ്പിൻ. നിഗളികളോട് ദൈവം എപ്പോഴും എതിർത്തു നിൽക്കും. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. തന്നെത്താൻ താഴ്ത്താവ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ കൂടുതൽ വളരുവാൻ ഞാൻ ആഗ്രഹിക്കുവാണ്. എൻ്റെ കർത്താവെ, അങ്ങയുടെ മഹത്വം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടണം. അപ്പം ചിലപ്പം ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യത്തിൽ ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും പറയണം, റൈറ്റ് ടൈം. ഈ വാക്ക് മറക്കരുത്. തക്ക സമയത്ത് ഞാൻ ഉയരും. ഇത് മറന്നു പോകരുതേ. ഈ ചിന്തകൾ വരുമ്പോൾ ഇത് ദൈവത്തിൻ്റെ മേൽ ഇടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടുന്നത്, റൈറ്റ് ടൈമിൽ ഞാൻ മിറക്കിൾ കാണും, റൈറ്റ് ടൈമിൽ തക്ക സമയത്ത് ഞാൻ അത്ഭുതം കാണും. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, ഈ ഇടിപ്പിൻ്റെ അവിടെ വേദനയുള്ള ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? ഇടിപ്പിൻ്റെ ഭാഗത്ത് വേദനയുള്ളവർ
ഉണ്ട് ബ്രദറെ, ഞാൻ ഒന്ന് ഇടുപ്പ് അതിനായിട്ട് ഇരിക്കാൻ പറ്റാതെ കിടന്ന് കേക്കണേ. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഒന്ന് കൈയെടുത്ത് വെക്കാവോ അവിടെ? ഈ സമയത്ത് മറ്റു രോഗികളും കൈയെടുത്ത് വെക്കണമേ. എന്റെ യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇന്ന് കൽപ്പിക്കുന്നപ്പ, ഇന്ന് വേദന ശരീരത്തിന്റെ മേൽ നിന്നും വിട്ടുപോകുവാൻ നിങ്ങൾ ഏറ്റുപറയാവോ? യേശു എന്റെ വേദന വഹിച്ചതാ. ഞാൻ ഇന്ന് ഇടിപ്പിൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ വേദന അനുഭവിക്കുന്ന ആളുകൾ പറഞ്ഞ്, യേശു എന്റെ വേദന അനുഭവിച്ചതാ. പ്രിയരെ, സൗജന്യമായി കാൽവരി ക്രൂശിലൂടെ നമുക്ക് രോഗസൗഖ്യവും വേദനയിൽ നിന്നുള്ള മോചനവും അത്ഭുതങ്ങളും ദാനമായി തന്നിരിക്കുക. അത് പ്രാപിച്ച് യേശു എന്റെ വേദന വഹിച്ചതാണ്. കർത്താവ് എൻ്റെ അവിടെ കൈ അവിടെ വെക്കാവോ? ആ ഇടിപ്പിന്റെ അവിടെ അല്ലെങ്കിൽ എവിടെയാണോ വേദനയുള്ളത് ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെക്കാവോ? യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവെ അങ്ങ് അത്ഭുതം ചെയ്യുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നു, അസാധാരണമായ വിടുതൽ, അസാധാരണമായ സൗഖ്യം, അസാധാരണമായ ദൈവപ്രവൃത്തി ആ ശരീരങ്ങളുടെ മേലേക്ക് സംഭവിക്കട്ടെ. ഓ യേശുവേ, ആ വേദനയെ ഞങ്ങൾ വേരോടെ പിഴുതു മാറ്റുന്നപ്പ, കർത്താവായ യേശുവിന്റെ ആ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗശക്തിയെയും അതിന്റെ റൂട്ട് കോസുകളെയും ഞങ്ങൾ വെട്ടിക്കളയുന്നപ്പ, വേദനയെ പൂർണ്ണമായും ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ പറഞ്ഞ യേശുവിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണ്, പൂർണ്ണ വിടുതൽ എൻ്റെ അവകാശമാണ്, പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണ്, പൂർണ്ണ വിടുതൽ. രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം പറയും, രോഗത്താൽ ഭാരപ്പെടുന്നവരെല്ലാം പറയും, രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്, പൂർണ്ണ വിടുതൽ എൻ്റെ അവകാശമാണ്, പൂർണ്ണ വിടുതൽ എൻ്റെ അവകാശമാണ്. ഇന്ന് ഞാൻ യേശുവിന്റെ അത്ഭുതത്തെ പൂർണ്ണ വിടുതലായി കാണും. Oh, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Lord Jesus, Lord Jesus, Lord Jesus, Lord Jesus, പൂർണ്ണ വിടുതൽ എൻ്റെ അവകാശമാണ്, പൂർണ്ണ വിടുതൽ എൻ്റെ അവകാശമാണ്, പൂർണ്ണ വിടുതൽ. ലോർഡ് ജീസസ്, ഒന്ന് ചെക്ക് ചെയ്യാവോ? ആ വേദനയുള്ളവർ ചെക്ക് ചെയ്യാവോ? ഇപ്പൊ പ്രാർത്ഥിച്ചവർ ഇത് ചെക്ക് ചെയ്യാവോ? യേശു ക്രിസ്തു നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ എന്തുവാ ചെയ്തത്? എന്തുവാ വ്യത്യാസം? ഒന്ന് ചെക്ക് ചെയ്ത്. ഇപ്പം എൻ്റെ കൂടെ പ്രാർത്ഥിച്ചവർ എത്ര പേര് ചെക്ക് ചെയ്തിട്ടുണ്ട്? ഒന്ന് എണീറ്റ് നോക്കിക്കുക. കിടപ്പ് രോഗികളൊക്കെ ഒന്ന് എണീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചവരുടെ ശരീരത്തിന്റെ മേൽ എന്തുവാ വ്യത്യാസം ഉണ്ടായത്? ഒന്ന് മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുമോ? സാഹചര്യത്തിന്റെ അകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. പ്രാർത്ഥിച്ചവര് ഒന്ന് ചെക്ക് ചെയ്ത്, എന്താണോ കഴിയാത്തത് ഒന്ന് ചെക്ക് ചെയ്ത്. കർത്താവിന്റെ അത്ഭുത കരം ദൈവത്താൽ നിങ്ങളുടെ മേൽ സംഭവിച്ചിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്യാവോ? പൂർണ്ണമായി എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? എനിക്കൊരു പൂർണ്ണ മാറ്റം എനിക്ക് ഇതിൻ്റെ അകത്ത് സംഭവിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പ്രാർത്ഥിച്ചെത്ര പേരുണ്ട്? പ്രാർത്ഥിച്ചിട്ട് മാറ്റം ഉണ്ടായോ? കുറച്ച് മാറ്റം. മറ്റാർക്കെങ്കിലും മാറ്റം ഉണ്ടായിരുന്നത്? വേദനയ്ക്ക് മാറ്റമുണ്ട്. മറ്റാരെങ്കിലും? തലവേദനയ്ക്ക് കുറവുണ്ട്. മറ്റാരെങ്കിലും? എനിക്ക് മാറ്റമുണ്ട്. വേദനയ്ക്ക് മാറ്റമുണ്ട്. വേദന മാറി. നന്ദി യേശുവേ. ഇനി ശ്രദ്ധിച്ചേ, വേദന മാറാത്തവരെ ആ കൈ എടുത്തു വെച്ചിട്ട് പറ, കർത്താവേ, ഈ രോഗത്തിന്റെ വേദനകളെയും യേശു ക്രൂശിൽ അനുഭവിച്ചതാണ്. നിങ്ങൾ ധൈര്യത്തോടെ പറ, ഞാൻ അനുഭവിക്കത്തില്ല. ഞാൻ ഈ വേദന അനുഭവിക്കത്തില്ല. ഞാൻ ഇതിനെ യേശുവിന്റെ നാമത്തിൽ ഇതിനെ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുവാണ്. ആ വേദന പൂർണ്ണമായും യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരം എന്റെ സഹോദരൻ പറഞ്ഞു, എന്റെ ശരീരം യേശുവിന്റെ ശരീരം പറ. എന്റെ കൈ യേശുവിന്റെ കൈയാ, എന്റെ കാലുകൾ യേശുവിന്റെ കാലുകളാണ്, എന്റെ അസ്ഥി യേശുവിന്റെ അസ്ഥിയാണ്, എന്റെ ശരീരം കർത്താവിന്റെ മന്ദിരമാണ്. എന്റെ ശരീരം എല്ലാ വേദനയുള്ളവരും രോഗമുള്ളവരെല്ലാം പറ, വേദനയുള്ളവർ ഇന്ന് എനിക്ക് രോഗസൗഖ്യം വേണമെന്ന്, എനിക്കൊരു അത്ഭുതം വേണമെന്ന് പറയുന്നവരെല്ലാം പറ. എന്റെ കണ്ണുകൾ യേശുവിന്റെ കണ്ണുകളാണ്, എന്റെ ശരീരം
പരിശുദ്ധാത്മാവിന്റെ ശരീരമാണ്. ഇന്ന് സൗഖ്യമായവര് കേട്ടെ, സൗഖ്യമായവരല്ല, ഇപ്പം സൗഖ്യമായി പറഞ്ഞവരുണ്ട്, വേദന മാറിയവര്, അവരല്ലാതെ വേദന മാറാത്തവർ, ഇപ്പോഴും രോഗത്താൽ ഇരിക്കുന്നവർ, റാഖിമന ലം സൂര്യാന്തിരി. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ വീടിന്റെ അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ വലതുവശത്ത് രമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിക്കുന്ന കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാരാ? വീടിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുവശത്ത് രമ്യ എന്ന്, ആ നിരയിൽ തന്നെയാണ് കാണുന്നത്, ആ നിരയിൽ തന്നെ രമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിക്കുന്ന ഒരു കുടുംബം. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ നിയോഗം തരുക. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ആരാ സിസ്റ്ററെ? ഈ പറഞ്ഞ പോലെയാണോ? വലതുവശത്താണത്? വലതുവശത്താ സിസ്റ്ററെ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഞാനിത് അറിയാനോ കാണാനോ വല്ല വഴിയുണ്ടോ സിസ്റ്ററെ? ഇല്ല. എന്നാ വേഗത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരു സാക്ഷ്യം വെളിപ്പെട്ട് അവർക്ക് യേശുക്രിസ്തുവിലേക്ക് വരുവാൻ ഒരു മുഖാന്തരമാകാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ച്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇന്ന് എന്റെ കൂടെ വേദനകളാലും രോഗത്താലും ഭാരപ്പെടുന്നവരുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ യേശുവിൽ എനിക്കൊരു സൗഖ്യം വേണമെന്ന്? ഒരു കാര്യം കേട്ടോണേ, നിങ്ങൾ സൗഖ്യമാകുവാൻ വേണ്ടിയുള്ള വില യേശു കൊടുത്തു. കേട്ടോണേ, പിശാചിന്റെ ആഗ്രഹമാണ് നിങ്ങളുടെ രോഗം. ഒന്നുകൂടെ ഞാൻ പറയാം, പിശാചിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കാനല്ല നാം യേശുവിനെ വിളിക്കുന്നത്. ഇന്നു മുതൽ ധൈര്യത്തോടെ പറയാവോ, ആ ശരീരത്തിൽ എവിടെയാണോ വേദന രോഗമുള്ളവർ അവര് പറഞ്ഞ്, ഞാനിപ്പോൾ എന്റെ ശരീരം യേശുവിന്റെ ശരീരത്തിന്റെ അവയവാന്ന് പറ. കുറച്ചു നേരം ഒന്ന് കൽപ്പിച്ച്, കുറച്ചു നേരം ആ രോഗമൊക്കെ വിട്ടുപോകുന്നത് കാണാൻ പോവാ. യേശുവിന്റെ രോഗം വഹിച്ചതാ, യേശുവിന്റെ വേദന വഹിച്ചതാ. കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമാണ് ഞാൻ, യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. എന്റെ കൈ യേശുവിന്റെ കൈയാണ്, എന്റെ കാലുകൾ യേശുവിന്റെ കാലുകളാണ്. ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. വിളിച്ചു പറ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എന്റെ ശരീരം പരിശുദ്ധ ആത്മാവിന്റെ വാസസ്ഥലമാണ്. പറ, ഞാൻ സാക്ഷ്യമായി ലോകം മുഴുവൻ പോകുന്നു പറ. യേശുവിന്റെ സാക്ഷിയായി ലോകം മുഴുവൻ പോകുന്നു പറ. ഞാൻ ജീവനോടെ ഇരുന്ന്, ഞാൻ മരിക്കത്തില്ല. പറ, ഞാൻ മരിക്കത്തില്ല. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മരണത്തിന്റെ ശക്തികളെ ബന്ധിക്കുന്നപ്പ, മരണശക്തികളെ തകർക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ശരീരമാണ്. എന്റെ ശരീരം യേശുവിന്റെ ശരീരമാണ്. എന്റെ ശരീരത്തിൽ വേദനയ്ക്ക് അവകാശമില്ല. എന്റെ ശരീരത്തിൽ രോഗത്തിന് അവകാശമില്ല. എന്റെ ശരീരത്തിൽ രോഗശക്തിക്ക് അവകാശമില്ല. എന്റെ ശരീരം രോഗശക്തിക്ക് അവകാശമില്ല. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. റോകബന ശമലഘടതൻ മരഘടതൽ ബനഘടതൽ മെനഘടതൽ കറമസിയാന്തരി. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ശരീരമാണ്. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിന് കാഴ്ച വരിക, കേൾവി വരിക, മുട്ടിന്റെ മേൽ തീ കത്തുക, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഉറക്കെ പറഞ്ഞ്, എന്റെ വേദന യേശു വഹിച്ചതാ, എന്റെ രോഗം യേശു വഹിച്ചതാ, എന്റെ തകർച്ചകൾ യേശു വഹിച്ചതാ, എന്റെ മനഃപ്രയാസം യേശു വഹിച്ചതാ, കടന്നു പോകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കടഭാരങ്ങളും ഞെരുക്കങ്ങളും യേശു ചുമന്നതാ. പറ, യേശു ചുമന്നതാ. ഹല്ലേലൂയ. ഞാൻ ചുമക്കത്തില്ല. പറഞ്ഞ് ധൈര്യത്തോടെ പറഞ്ഞ്, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. അരോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം എല്ലാവരും പറഞ്ഞ്, യേശുവിന്റെ രോഗം വഹിച്ചതുകൊണ്ട്, യേശുവിന്റെ വേദന ചുമന്നതുകൊണ്ട്, കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഓ റാഖമന കണ്ണുകളുടെ മേൽ, ശരീരത്തിന്റെ മേലേക്ക് പൂർണ്ണ സൗഖ്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിങ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ആ ശരീരത്തിന്റെ മേലേക്ക് വേദനകൾ, രോഗങ്ങൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, റുഖുമല റിമൽ കേരിയ ഫ്രൈന സുഫിന ലബിയ റമിയ സുഖിയ എല്ലാ ശക്തികളും ഇപ്പോൾ വിട്ടുമാറുന്നു. എല്ലാ പൈശാചിക ശക്തികളും വിട്ടുമാറുന്നു. എല്ലാ പൈശാചിക ബന്ധനങ്ങളും വിട്ടുമാറുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതലിനെ കൽപ്പിച്ചാക്കുന്ന റൂബ റൽബേരിയ ജീസസ് നെയിം.
ആമേൻ, 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 ആമേൻ. ഇപ്പൊ പ്രാർത്ഥിച്ചവരെല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എന്തുവാണ് നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് ഇപ്പോൾ കാണാൻ പറ്റുന്നത്? സൗഖ്യം നടന്നു. എന്ത് പറ്റി? എന്നാ സിസ്റ്റർ വ്യത്യാസം? എന്ത് പറ്റിയതായിരുന്നു? ഇടുപ്പിലെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഞാൻ? ആ, അത് കാല് വഴി ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇപ്പൊ വേദന അവിടെ ഇല്ല. ഇല്ല, കാലിന്റെ അടിയിൽ ഭയങ്കര തരിപ്പ്. ആ വേദന ഇറങ്ങി. ഓ എന്റെ കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്ത ആളൊന്ന് ചെക്ക് ചെയ്തേ. ഹലോ ബ്രദർ. ആ, പറഞ്ഞോ. ഹലോ ബ്രദർ, എനിക്ക് കാലിന്റെ വിരല് കുറെ ദിവസം കൊണ്ട് വേദനയായിരുന്നു. വലത്തെ കാലിന്റെ വിരല് ഉം. തറയിൽ ചവിട്ടാൻ പോലും പ്രയാസമായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് വചനം കേട്ടോണ്ടിരുന്നപ്പോഴും വേദന തന്നെ. ഉം. അപ്പൊ ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ഞാനും പ്രാർത്ഥിച്ച് യേശു എന്റെ വേദന സഹിച്ച്, യേശു എന്റെ കാലാണ്, എന്റെ കാലിന്റെ വിരലുകൾ എന്റെ കർത്താവിന്റെ അടിപ്പിണലാ സൗഖ്യം വന്നിരിക്കുന്നു. പ്രാർത്ഥിച്ച എന്റെ യേശുപ്പൻ എനിക്ക് സൗഖ്യം തന്നു ബ്രദർ. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇപ്പൊ വേദന ഒട്ടുമില്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് ഒന്ന് പറഞ്ഞു. അടുത്തയാള് ചെക്ക് ചെയ്തേ. എന്റെ കാല് രാവിലെ തുടങ്ങി ഭയങ്കര മരവിപ്പും ചൂടും ഭയങ്കര പുകച്ചില് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഈ പ്രാർത്ഥനയില് ഒക്കെ കുറവ് ആയിട്ടുണ്ട്. നന്ദി കർത്താവ്. മാറ്റമുണ്ടല്ലേ? മാറ്റമുണ്ട്. നന്ദി കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക്. അടുത്തയാള് ചെക്ക് ചെയ്ത് വേഗത്തിൽ മ്യൂട്ട് മാറ്റി ചെക്ക് ചെയ്ത്. എന്താണോ കഴിയാത്തത് ഒന്ന് ചെയ്ത് നോക്കി. അടുത്തയാള് ചെക്ക് ചെയ്തേ. സാക്ഷ്യം പറഞ്ഞോട്ടെ? ആ, പറഞ്ഞോ. കേട്ടില്ല. രണ്ടാഴ്ച കൊണ്ട് മുട്ടിന് ഇപ്പൊ കാൽമുട്ട് ഭയങ്കര വേദനയായിരുന്നു. ആ, കാൽമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ അത് മാറി അല്ലേ? നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്തേ. ജീസസ് ക്രൈസ്റ്റ്. ചെക്ക് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. ഫസ്റ്റ് ഇന്നാള് പ്രാർത്ഥിച്ചപ്പോഴേ ആ, മുടി തലയില് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചല് ഉള്ളത് മാറുന്നു പറഞ്ഞില്ലേ? എന്റെ തലക്ക് ഭയങ്കര ചൊറിച്ചല്, മുടി ആകെ ഊരി പോലും. ഇപ്പൊ അന്ന് തുടങ്ങി എനിക്ക് നല്ല മാറ്റം. ഞാൻ ഇന്നും പറയണമെന്ന് വിചാരിക്കും. ഇപ്പൊ നല്ല മാറ്റം ഉണ്ടാ കുഴിച്ചില്ല? മുടി കൊഴിച്ചില്ലേ? മുടി കൊഴിച്ചിലിന് മാറ്റമുണ്ട്. കടി തീരില്ല ഇപ്പൊ. അല്ലെങ്കിൽ ചൊറിച്ചിട്ട് എപ്പോഴും ചൊറിച്ചലായിരുന്നു. എത്ര നാള് ബുദ്ധിമുട്ടുണ്ടായിരുന്ന? അതെ, ഒരു 2 ആഴ്ചയാണ് അങ്ങനെ നിന്നത്. ഭയങ്കര ചൊറിച്ചലും ഇങ്ങനെ മുടി ഭയങ്കര കൊഴിച്ചിലുമായിട്ട്. നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞതുപോലെ തലയ്ക്കകത്ത് ഭയങ്കര ചൊറിച്ചിലും മുടി കൊഴിച്ചിലും അവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടായി. ആ ചൊറിച്ചിൽ നിന്നു, ആ കൊഴിച്ചിൽ അവസാനിച്ചു. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് വേഗത്തിൽ യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ്. ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് പ്രിയരെ, ഇത് സൗജന്യമായി യേശു ലഭിച്ചു. വിട്ടുകൊടുക്കരുത് കേട്ടോ. സൗഖ്യം എന്നുള്ളത്, രോഗം എന്നുള്ളത് പിശാചിന്റെ ആഗ്രഹമാണിത്. നമ്മുടെ ശരീരം രോഗിയാകുമ്പോൾ ഒരിക്കലും ദൈവം സന്തോഷിക്കുന്നില്ല. പകരം നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യുക. യേശുവിലുള്ള ആരോഗ്യവും സൗഖ്യവുമാണ്. ജീവിതകാലം മുഴുവൻ മരുന്നില്ലാതെ ജീവിക്കും. ഞാൻ പറയണം, പ്രഖ്യാപിക്കണം ഇന്നു മുതൽ. ജീവിതകാലം മുഴുവൻ ഞാൻ മരുന്നില്ലാതെ ജീവിക്കും. ജീവിതകാലം മുഴുവൻ ചുമ്മാ പ്രഖ്യാപിക്കുകയല്ല. നമ്മൾ മരുന്ന് തട്ടിത്തെറിപ്പിക്കുകയല്ല. മരുന്ന് ഡോക്ടർ തന്നെ പറയും മരുന്ന് വേണ്ട. ഈ ശരീരം അത്ഭുതമാണ്. ദിവ്യ ആരോഗ്യത്തോടെ ഞാൻ ഇരിക്കും. വാർദ്ധക്യത്തിലും യൗവനക്കാരനെ പോലെ, എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കുമെന്ന് പറയണം. താങ്ക് യു ജീസസ്. പറഞ്ഞുകൊണ്ടിരുന്നത് രോഗികൾ ഇപ്പൊ തന്നെ നിർത്തരുത്. നിങ്ങൾ പറച്ചിൽ നിർത്തരുത്. എന്നുള്ളത്തിൽ കർത്താവ് പറഞ്ഞു. ബ്രദർ, എനിക്ക് തലയുടെ ഒരു സൈഡ് ഭയങ്കര വേദനയായിരുന്നു കുറച്ച് നേരത്തെ. ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം വേദനയില്ല. അതുപോലെ എന്റെ ഇടത് മൂക്കും എന്തെങ്കിലും ഒന്ന് സങ്കടപ്പെട്ടാൽ മതി, അപ്പൊ ഈ മൂക്കങ്ങ് അടയുമായിരുന്നു. അപ്പൊ ഈ പ്രാർത്ഥനയിൽ കയറാൻ തുടങ്ങിയത് നേരത്തെ തുടങ്ങിയതാണ്. പക്ഷെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ 2 ദിവസം കൊണ്ട് ഈ മൂക്കടപ്പില്ല. നന്ദി കർത്താവ്. എത്ര നാള് അസ്വസ്ഥത ഉണ്ടായിരുന്നു അങ്ങനെ മൂക്കിന്റെ? എനിക്ക് ഒരു 2-3 മാസം കൊണ്ട് ഉണ്ടായിരുന്നു ബ്രദറെ. അത് എനിക്ക് മൂക്കിൽ മരുന്ന്, ഈ അടവ് വരുമ്പോ മൂക്കിൽ മരുന്ന് ഒഴിക്കുന്നില്ല. ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ അങ്ങനെ വരുന്നില്ല. നന്ദി യേശു. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇത് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞു.
അതെ, എന്റെ മോന് ഈ ബിസിനസ്സാണ്, കോഴിക്കടയാണ്. അപ്പൊ കോഴിക്കടയില് അവൻ ഇങ്ങനെ പണിക്കാരെ വെച്ചിട്ടാണ് പണിതാർന്നത്. അപ്പൊ അവര് ഭയങ്കര പറ്റിപ്പ് നടത്തി. ഇപ്പൊ പണിക്കാരൊക്കെ പോയി. അതായിരുന്നു ആള് ഭയങ്കര വിഷമത്തിൽ ഇരിക്കണം. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി സിസ്റ്ററെ. ഈ സമയത്ത് പറഞ്ഞോളൂ, എന്റെ ഭവനം അത്ഭുത സാക്ഷ്യമായിട്ട് തന്നെ മാറും യേശുവിന്റെ നാമത്തിൽ തന്നെ കേട്ടോ. അങ്ങനെ തന്നെ കൽപ്പിച്ചുകൊണ്ടിരിക്കണേ. എന്റെ പറഞ്ഞോ ബ്രദറെ, ഞാൻ രോഗസൗഖ്യമല്ല, അല്ലാതെ വിശേഷം. പ്രാർത്ഥന സിസ്റ്റർ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ കണ്ട് വിശ്വസിക്കണം. ഞാൻ അന്ന് വീട്ടിൽ വന്ന അന്ന് തന്നെ എനിക്കൊരു അത്ഭുതം ഞാൻ കണ്ടു. ഞങ്ങൾ ഒരു റൂഫിനടിയിലാണെങ്കിൽ 2 ബെഡ്റൂമിലായിരുന്നു കടന്നിരുന്നത്. അത് കഴിഞ്ഞ് ശരിയല്ലായിരുന്നു. വീട്ടിലേക്ക് വരത്തേയില്ലായിരുന്നു. മോൻ വന്ന് മോൾ ഒരു 6 മാസമായിട്ട് ഞാൻ വീട്ടിലേക്ക് വരികയല്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു 2 മക്കൾ വരുന്നേ. 2 പേര് കഴിഞ്ഞ വെള്ളിയാഴ്ച മകള് വരുന്ന കാര്യം പറഞ്ഞായിരുന്നു, പക്ഷെ മോൻ വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. പക്ഷെ മോൻ പ്രതീക്ഷിക്കാണ്ട് വീട്ടിൽ വന്ന് 2 പേരും ഒരേ ദിവസം തന്നെ വീട്ടിൽ വന്നു. 1.5 വർഷത്തിന് ശേഷം മോനും, ഒരു 3-6 മാസത്തിന് ശേഷം മോളും വീട്ടിൽ വന്നു. സന്തോഷമായിട്ട്. മറ്റേ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവൻ അപ്പന് മക്കളെ കാണത്തില്ല, മക്കൾക്ക് അപ്പനെ കാണത്തില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണത്തില്ല, ഭർത്താവിന് ഭാര്യയെ കാണത്തില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാനത് വഴി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് ഇതിന് ഇത്തിരി മാറ്റങ്ങൾ വന്നത്. നന്ദി കർത്താവ്. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത വലിയ മാറ്റത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉള്ളത്തിൽ ഈ റാണി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് നിയോഗം തരുവാണ്. റാണി. ഈ റാണിയുമായി ബന്ധപ്പെട്ട് ഒരു ഭവനത്തിന്റെ അകത്ത് കർത്താവിനെ 2 ആൺതലമുറയുള്ള റാണീനെയാണ് കാണിക്കുന്നത്. ആ റാണിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഏറ്റെടുത്തോളം 2 ആൺതലമുറയുള്ള റാണിയാണ് എന്ന കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി. എന്റെ ആങ്ങളുടെ മകളാണത്. 2 ആൺതലമുറയുള്ളതാണോ? 2 ആൺതലമുറയുള്ള ആ കുട്ടിക്ക് 2 ആൺതലമുറയുണ്ട്. എന്റെ ആങ്ങളുടെ മകളാണ്. ഇന്ന് ഏറ്റെടുത്തോണെ കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, യേശുവെ, ഇന്ന് ഓരോ വ്യക്തികളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. പിന്നെ ഈ നിമിഷം രോഗികളായിട്ടുള്ളവർ നിർത്തരുതേ, പറയണം പ്രിയരെ, സൗഖ്യം നിങ്ങളുടെ അവകാശമാണ് കേട്ടോ. യേശു പറഞ്ഞ് സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കണം. ഇത് ഫ്രീ ആണ്. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായി വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നേ. ഇതിന് ഇനിയും അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ശരീരത്തിന്റെ മേൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ചോദിക്കും, ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ, കൽപ്പിച്ചുകൊണ്ടിരുന്നേ, യേശുവിന്റെ രോഗത്തെ വഹിച്ചു. യേശുവിന്റെ നമ്മൾ രോഗിയായി ഇരിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പ്ലാൻ. രോഗത്തിൽ ഇരിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പ്ലാൻ. കർത്താവിന്റെ സൗഖ്യത്തിൽ ഇരിക്കുക എന്നുള്ളതാ. ജനുവരി 1 തീയതി ജനിച്ച വ്യക്തി ഇതിന്റെ അകത്തുണ്ടോ? ഈ കുടുംബത്തിന്റെ അകത്തുള്ള വ്യക്തി ഇതിന്റെ അകത്തുണ്ടോ? ജനുവരി 1 എന്റെ മോൻ ജനിച്ചത്. ജനുവരി 1 എത്ര പേരുണ്ട്? എന്റെ മോള് ജനിച്ചത് ജനുവരി 1 എന്റെ മമ്മി ജനിച്ചത്. ഇനി കേട്ടെ, ഈ ഭവനം ഞാൻ കാണുന്നത് ജനുവരി 1 ജനിച്ച ഭവനം ഞാൻ കാണുന്നത് ഒരു ജനലിന്റെ താഴെയായിട്ട് ഒരു കണ്ണാടി, ചതുരത്തിലുള്ള ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിമുള്ള ഒരു കണ്ണാടി ഈ ജനലിന്റെ താഴെ വശത്ത് ചാരി വെച്ചിരിക്കുക. ആണി അടിച്ചു വെച്ചേക്കുമല്ല, ചാരി വെച്ചിരിക്കുന്ന ഭവനം. അത് ഏത് ഭവനവാ? ഈ കണ്ണാടി തൂക്കിയിട്ടിരിക്കുകയല്ല, ആണി അടിച്ചു വെച്ചിരിക്കുകയല്ല, പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ഉള്ള ഒരു കണ്ണാടി ഒരു ജനലിന്റെ താഴെ വശത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വീടാ ഞാൻ കാണുന്നത്. അത് ഏത് വീട്? എന്റെ വീടാ. ജനുവരി 1 എന്റെ മോന്റെ ബർത്ത്ഡേ ദിവസമാണ്. സിസ്റ്ററെ, ആണി അടിച്ചേക്കുമല്ല, തൂക്കിയിട്ടിരിക്കുമല്ല, ഒരു ശരീരത്തിലുള്ള കണ്ണാടി ജനലിന്റെ താഴെ ഇതില് ഇട്ടിട്ടുണ്ട്, വെച്ചിരിക്കുക. അതെ. ഇപ്പം ജനലിന്റെ താഴെ ഒരു ഉണ്ടല്ലോ, അത് അവിടെ കിടക്കേ.
എന്താ സിസ്റ്ററുടെ വീട്ടിലായിരിക്കുന്നത്? ആ ഇന്ന് എന്റെ വീട്ടിലാ, ജന- ജനലിന്റെ താഴ. ജനുവരി അപ്പൊ ഒന്ന് അതെ അതെ, ജനുവരി 1 ജനുവരി ജനിച്ചതാര്? 1 മോന്റെ ബർത്ത്ഡേ. ഇന്ന് മോനെ ആ കർത്താവ് മോനാ, തൊടുക കേട്ടോ, മോനെ മോന്റെ കർത്താവ് ബർത്ത്ഡേ. തൊടുക. ഇത് മുറിയാണോ ഈ വെച്ചേക്കുന്ന കണ്ണട വെച്ചേക്കുന്ന ജനല്, അതോ പുറത്താണോ? ജനല് മുറിയല്ല, താഴെ ഇച്ചിരി സ്പേസ് ഉണ്ട്. ആ ജനലിന്റെ താഴെ പണ്ടത്തെ വീടാണ്, വാടകയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ആ ജനലിന്റെ താഴെ തന്നെ വീതിയുണ്ട്. അപ്പം നമുക്ക് സ്പേസ് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ മതി സിസ്റ്റർ. ജനുവരി 1 ജനിച്ച ഈ പറഞ്ഞ കണ്ണാടി വെച്ചേക്കുന്ന ഭവനം സിസ്റ്ററുടെ ആണിരിക്കുന്നത് പറഞ്ഞേക്കുന്നത് അല്ലേ? കർത്താവ് പറയുന്നു ജനുവരി 1 ജനിച്ച വ്യക്തിയെ കർത്താവ് സെലക്ട് ചെയ്യുക. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു വാക്ക് തമ്പുരാൻ പറയുകയാണ്. ദൈവം തന്റെ നന്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത്, ആ വാക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് കേൾക്കണം, ദൈവത്തിന്റെ ഒരു സെലക്ഷൻ അവന്റെ മേൽ വരുവാണ്. അത് ഭൂമിയിൽ മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. മനുഷ്യൻ കാണുക ദൈവം തെരഞ്ഞെടുത്തവൻ എങ്ങനെയാണോ ഫലം കായ്ക്കുന്നത് അങ്ങനെ കാണിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ ശ്രേയ എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിക്കും. ശ്രേയയുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്റെ മകള് ശ്രേയാണ്. സിസ്റ്ററുടെ മോളാണ്. അതെ. ഇന്ന് സിസ്റ്റർ ശ്രേയയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൺഫ്യൂഷന്റെ സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസ് മാറിപ്പോവാന്നുള്ളത് പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് ചെയ്യണം, എപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് അവിടെയുണ്ട്. ഇന്നിപ്പോൾ തന്നെ ഞാനത് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു വാക്ക് കർത്താവോട് പറയുകയാണ്, നേർവഴി, ഒരു വഴി തെളിഞ്ഞു വരും. വഴി ഇതാകുന്നു എന്ന് ദൈവം ഇടപെടുന്നത് പോലെ ശ്രേയയുടെ ഭവനത്തിൽ ദൈവത്താൽ തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി Amen. I receive it. I believe it. I receive it. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് നിങ്ങൾ മ്യൂട്ട് മാറ്റല്ലേ. ദൈവത്തിന്റെ ആലോചനയിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്ത ദൈവമാണ്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. അസാധാരണമായ അത്ഭുത സൗഖ്യം നടക്കുവാണ്. ഈ കഴുത്തിന്റെ അവിടുന്ന് താഴേക്ക്, പെടലിയുടെ അവിടുന്ന് കഴുത്തിന്റെ താഴേക്ക്, അതായത് ഈ നമ്മുടെ കൈയുടെ വശമുണ്ടല്ലോ, തോളിന്റെ വശമുണ്ടല്ലോ, അവിടെ വേദന ഉള്ളവരെല്ലാം കൈവച്ചോ, ആ മസിൽസിന്റെ മേൽ സൗഖ്യം നടക്കുക, ആ ഞരമ്പുകൾ സൗഖ്യമാകുക. ഇത് പറയുമ്പോൾ തന്നെ കൈയെടുത്തു വെച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് പവർ ഇസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, ഞങ്ങളുടെ അത്ഭുത സൗഖ്യം നിറയുന്നു. അത്ഭുത വിടുതൽ അവിടെ സംഭവിക്കുക. രോഗശക്തിയെ പുറത്താക്കുന്നു. ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കൈ പൊക്കിക്ക്. ആ കൈ തിരിച്ചും മറിച്ചും നോക്കിക്കേ. ആ പൂർണ്ണ വിടുതൽ അവിടെ സംഭവിച്ചിരിക്കുക. പൂർണ്ണ വിടുതൽ സംഭവിച്ചിരിക്കുക. അത്ഭുത സൗഖ്യം അവിടെ കണ്ടിരിക്കുക. ഒന്ന് ചെക്ക് ചെയ്ത് വേഗത്തിൽ ഇപ്പൊ പ്രാർത്ഥിച്ചവർ ചെക്ക് ചെയ്ത്. ലോർഡ് ജീസസ്, നന്ദി കർത്താവി, നന്ദി കർത്താവി. ഞാനൊരു ഭവനത്തിൽ ഒരു ആൽബം കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആൽബം തുറക്കുന്ന സമയത്ത് നമ്മുടെ ഈ നേപ്പാളുകാരും ഈ മണിപ്പൂരുകാരും അങ്ങനെയുള്ള അവരുടെ ഒരു ഫേസ് ഉണ്ടല്ലോ, നമ്മളുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ ഫേസ് ഉള്ള കുറച്ച് ആളുകളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് ഒരു ആൽബത്തിൽ ഞാൻ കാണുക. ഞാൻ ആൽബം ഇങ്ങനെ ജീസസ് ക്രൈസ്റ്റ് തുറക്കുന്ന സമയത്ത് ആ ഒരു ഭവനവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന അക്ഷരം ഞാൻ കാണുക. ഈ ആൽബത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ ഞാൻ കാണുന്നുണ്ട്. അവരുമായിട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ആ കുടുംബത്തിൽ തന്നെ എന്ന് പറയുന്ന അക്ഷരം ഞാൻ കാണും. ഏത് ഭവനത്തിൽ ആൽബം ഇരിക്കുന്ന ആ ഫോട്ടോസ് ഇരിക്കുന്നത്, ആ ഫോട്ടോസ് ഇവരുമായിട്ടും അത് ഈ ഷേപ്പുള്ള ആൾക്കാരാണ്. അത് നേപ്പാൾ പോലെയും ഫിലിപ്പീൻസ് പോലെയൊക്കെ ഇരിക്കുന്നതാണ്. അവരുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യക്കാരുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലോ, ഏഷ്യൻ വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്ന ചില ഫോട്ടോസ്, അങ്ങനെയുള്ള ഒരു ഫോട്ടോസ്, ഒരു ആൽബം ഞാൻ കാണും ഒരു ഭവനത്തിൽ. അത് ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ തന്നെ ഒരടയാളമായിട്ട് ഞാൻ കാണുവാണ്. ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട്, ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ. ഏത് ഭവനമാണോ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിന്റെ അകത്തായിരിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണേ. ദൈവത്താൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. നന്ദി പരിശുദ്ധാത്മാവേ.
നന്ദി പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ഉപയോഗിക്കപ്പെടുന്നല്ലോ. പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദർ, ആ എന്റെ ഹസ്ബൻഡിന്റെ ആൽബത്തില് ജപ്പാനിലായിരുന്നു പുള്ളി. അവരുടെ ആൾക്കാരൊക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ജപ്പാനിലായിരുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ നേപ്പാള്, നമ്മുടെ ചൈന, അങ്ങനത്തെ ആൾക്കാർ അവരുടെ ഷേപ്പും അതുപോലെയാണല്ലോ ഇരിക്കുന്നത് അല്ലേ, കണ്ണ് അതെ. മങ്ങിയതും. ആ ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാ സിസ്റ്ററെ? വീട്ടിലുണ്ട്, രോഗി സുഖമില്ലാതിരിക്കുകയാണ്. സുഖമായിട്ട് ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ട്. നേരത്തെ അവിടെയായിരുന്നു ജോലി. അവിടെയായിരുന്നു. ആ രാജ്യവുമായി ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, അവിടുന്ന് ഒരു നന്മ കാണാൻ വേണ്ടി പോവാ, അങ്ങനെ ഒരു നന്മ വരാൻ വേണ്ടി പോവാ. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു സാധ്യതയില്ല, പക്ഷെ കർത്താവ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞതിനെ പിടിച്ച് അവിടുന്ന് ഒരു അത്ഭുതം. നിതിൻ എന്നെന്ന് പറഞ്ഞ് ബ്രദർ പറഞ്ഞായിരുന്നു. എന്നെന്ന് തുടങ്ങുന്ന അക്ഷരം, എന്നെന്ന് തുടങ്ങുന്ന ഒരു അക്ഷരമാണ്. അതുമായിട്ട് ഇപ്പൊ ആ നിതിൻ ക്രിസ്റ്റഫർ മോന്റെ പേര്. ഓ സ്വോത്രം. മോന്റെ പേരാ എന്നല്ലേ, എന്നിൽ ആരംഭിക്കുന്നത്. കർത്താവ് ഇന്ന് അവനെ തൊട്ട, അവനിലൂടെ അവനിലേക്ക് അത് എത്തിച്ചേരും കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം ആമേൻ പറഞ്ഞത് സ്വീകരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള സോഴ്സുകളെ ദൈവം തുറക്കും കേട്ടോ. അത് ഓരോ പ്രവചനം കേൾക്കുന്നവര്, ബൈബിൾ ഒരു വാക്യമുണ്ട്, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ ഓരോ പ്രവചനം കേൾക്കുമ്പോൾ, അയ്യോ ബ്രദർ, എന്റെ വിഷയം ഭയങ്കരമായിട്ട് ദൈവം ഇടപെട്ടു, എന്റെ പേര് വെളിപ്പെടുത്തി, എന്റെ വിഷയം വെളിപ്പെടുത്തി, എന്റെ ഭവനത്തിലെ കാര്യം വെളിപ്പെടുത്തി. ഓരോ പ്രവചന ദൂത് കേൾക്കുമ്പോഴും പ്രിയരെ, ഇത് പ്രാപിക്കണം. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ഏറ്റെടുത്ത് എഴുതി വെച്ച് ദൈവസന്നിധിയിൽ അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദുഷ്ടന്റെ ആഗ്രഹം നിങ്ങളിത് പ്രാപിക്കരുതെന്നാണ്, ആ പ്രവചനം നിങ്ങൾ ലഭിക്കരുതെന്നായിരുന്നു. പക്ഷേ അത് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോണെ. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എപ്പോഴും ഓർത്തോണം, പലരും പ്രവചനം കേട്ടിട്ട് പലപ്പോഴും അവർ എക്സൈറ്റഡ് ആവുന്ന രീതിയിൽ ദൈവാലോചന ഇടപെട്ടാലും പലരുടെ ജീവിതത്തിൽ അത് കാണാൻ കഴിയാത്തതിന്റെ കാര്യം, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനോട് പ്രതികരിച്ച് അതിനെ പിടിച്ചെടുക്കുന്നവരാകണം. അവിടെ ഞാൻ ഈ ആമേൻ പറഞ്ഞത് ഒരു സൈനാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറുവാണ്. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു പൂർണ്ണ സൗഖ്യം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ ചാടി ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. പറഞ്ഞു. പ്രസാദ് വേറെ ഇല്ലായിരുന്നു, കുറെ നാള് കണ്ടില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. പറഞ്ഞു പറയും. ഞാൻ എന്നെ ഒരു സഭയിലേക്ക് ശുശ്രൂഷക്കായിട്ട് വിളിച്ചായിരുന്നേ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് പോകാന്നുള്ള രീതിയിലായിരുന്നു. അത് ആ ഒരു കാര്യം ഇന്ന് ദേവദാസൻ ഒന്ന് സംസാരിക്കാനിടയായി, അതായിരുന്നു ഞാൻ ചോദിച്ചേ. എങ്ങനെ ബ്രദറെ മനസ്സിലായില്ല? പ്രാർത്ഥിച്ചിട്ട് പോകാനോ? അല്ല, പ്രാർത്ഥന ഒരു സഭയിൽ എന്നെ ശുശ്രൂഷക്കായിട്ട് വിളിച്ചായിരുന്നു. അപ്പൊ ഞാനത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ നിഖിൽബേറിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ദൈവത്തിന്റെ നിയോഗം എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് പോകാന്ന് ഓർത്തായിരുന്നു. എന്നാ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അറിയിക്കാം ഈ കാര്യമേ. ആയിക്കോട്ടെ, ശരി. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്തൊരു സാക്ഷ്യമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ സിസ്റ്ററെ. ഞാന് എന്റെ കാലിന്റെ ലെഫ്റ്റ് ലെഗ് നീ റീപ്ലേസ്മെന്റ് ചെയ്തു. റൈറ്റ് ലെഗിനും വേദനയും തേയ്മാനവും ഉണ്ട്. പക്ഷെങ്കില് ഞാൻ അല്പം ഒന്ന് എന്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് സ്ലോ ആക്കുമ്പോൾ എനിക്ക് പൂർണ്ണ കൃപ ദൈവം എനിക്ക് പണ്ടത്തെ തരുന്നുണ്ട്. ആ സുഖത്തിന് വേണ്ടി, ആ ഒരു ഒരു സൗഖ്യത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശമാണ്. കർത്താവ് അത് പറഞ്ഞ, കർത്താവ് ഞാൻ കാലൂന്നി നടക്കും പറഞ്ഞോണം. കാലൂന്നി നടക്കും. അത് തന്നെ ഏറ്റു പറഞ്ഞോണം. അങ്ങനെ തന്നെ കാണത്തുള്ളൂ കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് പറഞ്ഞു. എന്റെ കണ്ണിന് 2 കണ്ണിനും പാട വരുന്നു. അപ്പൊ അത് നെർവിന്റെ പ്രോബ്ലം ആണ്. അതിന് ദർ ഇസ് നോ ട്രീറ്റ്മെന്റ്. ഡോക്ടറെ കാണിക്കാവുന്നേ ഉള്ളൂ, പക്ഷെ ദർ ഇസ് നോ ട്രീറ്റ്മെന്റ്. വേണേൽ ഓപ്പറേഷനും ചെയ്യാം, ബട്ട് ദർ ഇസ് നോ റിസൾട്ട്. ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ഇപ്പൊ ലെഫ്റ്റ് ഐ കംപ്ലീറ്റ്ലി ഇപ്പം കാണാൻ പറ്റുന്നു. അതുപോലെ റൈറ്റ് ഐയിലും എനിക്ക് ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെഫ്റ്റ് നേരത്തെ കാണത്തില്ലായിരുന്നു വ്യക്തമായിട്ട്.
കാറ്ററാക്ട് ഒക്കെ ചെയ്ത് എന്നാലും ഒരു പാട വരുന്നുണ്ട് എന്റെ അത് കണ്ണിനകത്ത്. അത് നിമിത്തം കാണാൻ പറ്റത്തില്ലായിരുന്നു. കാഴ്ച കുറവായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇടത് കണ്ണ്. പ്രൈസിലോടെ എനിക്ക് അറിയില്ല. ലെഫ്റ്റിൽ ഇപ്പോൾ എനിക്ക് നല്ലതായിട്ട് കാണാം, റൈറ്റിൽ അല്പം പ്രോബ്ലം ഉണ്ട്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. വിശ്വസിക്കുന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ സഹോദരി പറഞ്ഞ ഡോക്ടർ പറഞ്ഞതാണ്, സർജറി ചെയ്താലും അതിൻ്റെ അകത്തൊരു സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞതാണ്. ലെഫ്റ്റിലും റൈറ്റിലും കണ്ണിൽ ഇങ്ങനെ പാട കിട്ടുന്ന ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. എന്നാൽ ലെഫ്റ്റ് കണ്ണ് ഇപ്പൊ നോക്കിയപ്പോൾ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ് കണ്ണിൽ ചെറിയ വ്യത്യാസം വന്നുള്ളൂ. അതിന്റെ അർത്ഥം കർത്താവ് ഇടത് കണ്ണിൽ തൊട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത നമ്മുടെ ഡ്യൂട്ടി ഇടത് കണ്ണിനെ സൗഖ്യമാക്കിയ കർത്താവ്, കാഴ്ച തന്ന കർത്താവ് വലത് കണ്ണിനെയും സൗഖ്യമാക്കാൻ ശക്തനാണ്. പറഞ്ഞോണം, ശക്തനായ ദൈവം എനിക്ക് വലിയവ ചെയ്യും. ഇത് തന്നെ പറഞ്ഞോണം, കർത്താവ് എന്നെ സൗഖ്യമാക്കും. ഞാൻ സർജറി ഇല്ലാതെ തന്നെ, ഡോക്ടർ പറയും വേണ്ട, ഇടത് കണ്ണ് കണ്ടതുപോലെ തന്നെ വലത് കണ്ണും കണ്ടിരിക്കുന്നു എന്ന് ഡോക്ടർ എഴുതി തരാൻ വേണ്ടി. അത് കണ്ടോണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോണേ. അത്ഭുതകരമായ കാഴ്ച ലഭിച്ചിരിക്കുന്നു. ആമേൻ. ബ്രദർ, ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പെട്ടെന്ന് പറഞ്ഞു. ബ്രദർ, എന്റെ മോള് UK-യിലുണ്ട്. ഞാൻ അവിടെ നിന്ന് ബ്രദറിനെ കണക്റ്റഡ് ആയത്. ഞാന് അവളുടെ ബോഡി വല്ലാതെ ഓവർ വെയിറ്റ് ആയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ബോഡി അകത്തൊക്കെ പല പ്രോബ്ലംസ് ഉണ്ടാവുക. അത് ബോഡിയുടെ വെയിറ്റ് കുറയാതെ അവൾക്ക് യാതൊരു ട്രീറ്റ്മെന്റും കിട്ടിയാലും പ്രയോജനമില്ല. ഞങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അത് വെയിറ്റ് ലോസ് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് നോർമൽ ആകട്ടെ. എന്താണോ അതിന്റെ ഹോർമോൺസോ എന്താണ് അതിന്റെ പ്രോബ്ലം, അത് റീസ്റ്റോർ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹീലിംഗ് പവറിനെ റിലീസ് ചെയ്യുന്നു. ഹീലിംഗ് പവറിനെ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞോ. പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാണേ. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ബ്രദർ വന്നപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് മനസ്സാവാച കർമ്മണ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് കമ്മിറ്റിയുടെ കൂടെ എന്നെയും കൂടെ ഉൾപ്പെടുത്തി ഒരു കേസ് JR ജോയിന്റ് രജിസ്ട്രാർ സഹകരണ സ്ഥാപനത്തില് ചെയ്തു. അങ്ങനെ പെൻഷനായിട്ടു എനിക്ക് പെൻഷൻ ആനുകൂല്യം ഒന്നും തന്നില്ല. അപ്പോഴും 4 വർഷത്തോളമായി. അപ്പോഴും ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാൻ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അന്നേരം പറഞ്ഞ് എന്റെ അധ്വാന ഫലം എനിക്ക് തന്നെ ലഭിക്കുമെന്ന് പറയണ സിസ്റ്റർ, അത് ലഭിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ കേസ് ഞാൻ ഈ ഫെബ്രുവരി മാസത്തിലാണ് അത് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് ഏപ്രിൽ മാസം ആയപ്പം അതിന്റെ വിധി ഉണ്ടായി, എനിക്ക് എല്ലാ ആനുകൂല്യം തരണമെന്ന് പറഞ്ഞ്. പക്ഷെ ഇവര് സംഘത്തിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അവിടെ പൈസ ഇല്ല, അതുകൊണ്ട് ഇപ്പം കൊടുക്കാൻ പറ്റൂല. അപ്പോഴവര് പറഞ്ഞ് 4 വർഷത്തോളമായി അത് കൊടുത്തേ പറ്റൂ. അങ്ങനെ 5 ലക്ഷം രൂപ എനിക്ക് തരാൻ വേണ്ടി വിധിയായി. പക്ഷെ ഇവര് ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് 1 മാസവും കൂടെ കഴിഞ്ഞു, എന്നിട്ടും എനിക്കത് അനുവദിച്ച് തരുന്നില്ല. പിന്നെ പക്ഷെ ഈശോ എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, യേശുവാണ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് നന്മയായി തരുമല്ലോ. കരത്തിലോട്ട് ആ നന്മ വരട്ടെ. അത് യേശു അത് ലഭിച്ചതിന് നന്ദി പറയുന്നപ്പ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഈ സമയത്ത് സാക്ഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രയർ റിക്വസ്റ്റ് അല്ല. ഹലോ ബ്രദർ. ഹലോ ബ്രദർ, പറഞ്ഞോട്ടെ. പറഞ്ഞു. എനിക്ക് 2 ആഴ്ച കൊണ്ട് ഈ തെങ്ങിന്റെ കൊതുമ്പെടുത്തപ്പോ അലർജിയുടെ പ്രയാസമുണ്ട്. ദേഹം മുഴുവൻ ചൊറിച്ചിലായിരുന്നു. അപ്പൊ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ടൊന്നും എനിക്ക് കുറഞ്ഞില്ല. അപ്പൊ എന്നെ അലർജി ടെസ്റ്റ് ചെയ്യണം ഡോക്ടറെ വീട്ടിൽ ഇന്നലെ പോയി. ഞാൻ പറഞ്ഞ് പിന്നെ അപ്പൊ ആസ്മ പേഷ്യന്റ് എന്നുള്ള ആ ചിന്തയാണ് ഡോക്ടറിന് എന്നോട്, അലർജിയും ആസ്മയും. അപ്പൊ ഞാൻ പറഞ്ഞ് എന്റെ യേശുപ്പൻ എനിക്ക് 20 വർഷത്തോളമായ ശ്വാസമുട്ടെല്ലാം പൂർണ്ണ മരിച്ചു പോകും. ബ്രദറേന്ന് വിളിക്കുമ്പോൾ ഡോക്ടറെ മാറ്റി തന്ന് എനിക്കിപ്പോ ആസ്മയുടെ ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ഇച്ചിങ് ആണ്, ദേഹം മുഴുവൻ ചൊറിച്ചിലാണ്. അതിനാണ് ഞാൻ വന്നത്. അപ്പൊ ഡോക്ടർ എന്റെ ബോഡി ചെക്ക് ചെയ്തിട്ട് ഭയങ്കര അതിശയപ്പെട്ടു. ദൈവം പ്രവർത്തിച്ച വലിയ അത്ഭുതത്തിന് ഡോക്ടർ ചിരിക്കുന്നുണ്ട്. നന്ദി യേശു. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരൻ പറഞ്ഞത്. ഇച്ചിങ്ങനെ ചെറിയൊരു ടാബ്ലറ്റ് തന്ന് കംപ്ലീറ്റ് ആയിട്ട് ചൊറിച്ചിൽ മാറി. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. 30 വർഷമായിട്ട് ആസ്മയുടെ
ബുദ്ധിമുട്ട് ചികിത്സിച്ച ഡോക്ടർ തന്നെ അതിശയിച്ചു പോകുന്ന രീതിയിൽ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. അനേകരുടെ നടുവിൽ അനേകർക്ക് ഇതൊരു സാക്ഷ്യമായിട്ട് മാറും. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് തമ്പുരാൻ വെളിപ്പെടുത്തുക തന്നെ, ഓരോ വ്യക്തിയിലൂടെയും കർത്താവ് തന്റെ സാക്ഷ്യത്തെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു പ്രിയരെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറഞ്ഞോട്ടെ. എന്റെ മോൾക്ക് ബാംഗ്ലൂരിൽ ജോലിയായിരുന്നു. അപ്പൊ ഞാൻ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് അത്ഭുതം ചെയ്ത ഒരു നല്ലൊരു കമ്പനിയിൽ, അമേരിക്കൻ കമ്പനിയിൽ നല്ല സാലറി, ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ശമ്പളത്തിൽ നല്ല ജോലി എന്റെ കർത്താവ് മോൾക്ക് കൊടുത്തു. നന്ദി കർത്താവ്. നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. വചനം പറഞ്ഞാൽ ഉയർച്ച തന്നെ നമ്മൾ പ്രാപിക്കത്തുള്ളൂ, താഴ്ച പ്രാപിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ്. പറഞ്ഞു ബ്രദർ, എനിക്കിങ്ങനെ കണ്ണിന് അലർജി കുറെ വർഷങ്ങളായിട്ട് കണ്ണിന് അലർജി ആയിരുന്നു. എപ്പോഴും ഇങ്ങനെ ചൊറിച്ചിലും പൊടിയുടെ അലർജി. രാവിലെ എണീക്കുമ്പോ പിന്നെ കീഴായിട്ട് അങ്ങനെ തുറക്കാനൊക്കെ വലിയ പ്രയാസം. നമ്മളോട് പ്രാർത്ഥിക്കുമ്പോ എന്ന് ഞാൻ കൈ കണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു വന്ന് ഇന്നൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ ആ ചൊറിച്ചിലില്ല, കണ്ണിനകത്ത് പീള കിട്ടുന്നതില്ല, പൂർണ്ണമായിട്ട് ഇപ്പൊ പൂർണ്ണ സൗഖ്യം. എത്ര നാളായിട്ട് സിസ്റ്റർ അനുഭവിക്കുന്നതായിരുന്നു ഈ ബുദ്ധിമുട്ട്, ഈ അലർജിയുടെ? 10-20 വർഷം കാര്യം, കുറെ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എനിക്ക് സ്കിൻ അലർജി ഉണ്ട്. സ്കിൻ അലർജി അങ്ങോട്ടും സ്കിൻ അലർജി വെച്ചാൽ ദേഹത്തിൽ ഈ സൺലൈറ്റ് ഒക്കെ കൊള്ളുമ്പോഴത്തേക്ക് സ്റ്റേഷനും കണ്ണെല്ലാം ചൊറിഞ്ഞ് കണ്ണിന്റെ പോളയെല്ലാം നീര് വന്ന് എപ്പോഴും കണ്ണിങ്ങനെ ചെറുതായിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പൊ അത് മാറി. ഇത് വലിയൊരു സാക്ഷ്യമാണ്. 20 വർഷമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതയായിരുന്നു അലർജിയുടെ. കണ്ണ് ചൊറിയുകയും അത് നീര് പോലെ കൊമളിച്ചു വരികയും ചെയ്യുന്ന ബുദ്ധിമുട്ടായിരുന്നു. അതിൽ യേശു പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. അത്ഭുതത്തിന് നന്ദി പറയുന്നു. യേശു സ്കിൻ അലർജി കംപ്ലീറ്റ് ആയിട്ട് അത് പൂർണ്ണമായിട്ട് ഇന്ന് മുതൽ മാറിയിരിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ നാളെ ഞാൻ പറഞ്ഞതുപോലെ നാളെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന പോലെ അങ്ങ് പോവാണ്. യൂട്യൂബിൽ നമുക്ക് മെസ്സേജ് ഉണ്ട്, യൂട്യൂബിൽ പ്രാർത്ഥനയുടെ മെസ്സേജ് ആയിട്ടുണ്ട്. അപ്പൊ നാളെ അത് അന്യഭാഷാ പ്രാർത്ഥന പോലെ ആയിരിക്കും പോകുന്നത്. അപ്പൊ നാളെ വചനങ്ങളായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബിലാണ് പ്രാർത്ഥന. അല്ലാതെ അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ കണ്ടിന്യൂസ് നമ്മൾ അന്യഭാഷയാണ് ഈ സമയം വരെയും നാളെ പോകുന്നത്. പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം അതിൽ പങ്കുചേരുക. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ദൈവം ചെയ്ത ആലോചനയ്ക്കും ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കും നന്ദി പറയുന്നു. നാളെ നമുക്ക് ഒരുമിച്ച് വലിയ പ്രവർത്തികളെ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാത്മാവ് നടക്കുക തന്നെ ചെയ്യും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കാം. എന്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇപ്പോൾ തന്നെ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു